തുടങ്ങാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ വിചാരണ ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്താൻ പോകുന്നത് ഒരു പ്രസിദ്ധനായ രാഷ്ട്രീയക്കാരൻ. അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതം 50 വർഷമായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വളരെ അനുഭവസമ്പത്തുള്ളൊരു വ്യക്തി, വളരെ സീനിയറായിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവ്. ഇദ്ദേഹം രാഷ്ട്രീയത്തിന്റെ ഉന്നതിയിൽ പലരെയും കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറ്റിയിട്ടുമുണ്ട്. പ്ലീസ് വെൽക്കം രാജ്യത്തെ വളരെ സീനിയർ രാഷ്ട്രീയ നേതാവായ ഗുലാം നബി ആസാദ്. ഇന്നത്തെ ആപ്കി അദാലത്തിൽ ഇദ്ദേഹത്തിന് ഒരു ജഡ്ജിയെ തെരഞ്ഞെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവ് 50 വർഷം ഇതിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഞാൻ വിളിക്കാൻ പോകുന്നത് രാഷ്ട്രീയത്തിലെ വളരെ അനുഭവജ്ഞാനിയായ ഫോർമൽ യൂണിയൻ മിനിസ്റ്റർ, ഇന്നത്തെ ജഡ്ജി ദിനേശ് ത്രിവേദിയാണ്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ വിചാരണയും ചോദ്യങ്ങളുമൊക്കെ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജി ദിനേശ് ത്രിപാഠിയുടെ അടുത്ത് വിചാരണ തുടങ്ങാനുള്ള അനുവാദം നമുക്ക് വാങ്ങിക്കാം. അനുവാദം നൽകുന്നു. ഇദ്ദേഹത്തിന്റെ മേൽ നമ്മൾ കുറ്റങ്ങൾ ആരോപിക്കുന്നതിന് മുൻപ് തന്നെ ഗുലാം നബി ആസാദിന്റെ പൊളിറ്റിക്കൽ കരിയർ നമുക്കൊന്ന് നോക്കാം. ഗുലാം നബി ആസാദ് രാജ്യത്തെ ഏറ്റവും സീനിയർ പൊളിറ്റീഷ്യന്മാരിൽ ഒരാൾ. ഇദ്ദേഹം 50 വർഷത്തിനു മുൻപ് കോൺഗ്രസിൽ ചേർന്നു. കാശ്മീരിൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിയായി തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച ഗുലാം നബി ആസാദ് കോൺഗ്രസിന്റെ പല സ്റ്റേറ്റ് ലെവൽ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ദേശീയ ലെവലിൽ പ്രസിദ്ധനായത്. ഗുലാം നബി ആസാദ് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി എന്ന സ്ഥാനത്ത് എല്ലാവരെക്കാളും കൂടുതൽ നാൾ ജോലി ചെയ്ത് ഒരു റെക്കോർഡ് സ്ഥാപിച്ചു. ഏകദേശം 35 വർഷം ഗുലാം നബി ആസാദ് കോൺഗ്രസ് പാർലമെന്ററി ബോർഡ്, അതിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിരുന്നു. കോൺഗ്രസ് തുടർന്ന് പല വർഷങ്ങളോളം കേന്ദ്രത്തിൽ ഭരിച്ചിരുന്ന സമയമായിരുന്നു അത്. ഗുലാം നബി ആസാദ് 1982 മുതൽ 2014 വരെ കോൺഗ്രസിന്റെ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടായിരുന്നു. ഗുലാം നബി ആസാദ് രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട 4 പ്രധാനമന്ത്രിമാരുടെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, നരസിംഹ റാവു, കൂടാതെ മൻമോഹൻ സിംഗ് സർക്കാരിൽ മിനിസ്റ്റർ പദവി വഹിച്ചിരുന്നു. ഗുലാം നബി ആസാദ് 2005 മുതൽ 2008 വരെ ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായി പദവി വഹിച്ചു. ഇദ്ദേഹം 7 വർഷം രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനവും വഹിച്ചിരുന്നു. അതിനുശേഷം 2022 ഓഗസ്റ്റിൽ ഗുലാം നബി ആസാദ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടിയുടെ അധ്യക്ഷനായ ഗുലാം നബി ആസാദ് ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവചരിത്ര ബുക്കായ ആസാദ് മുഖേനയാണ്. സഞ്ജയ് ഗാന്ധി മുതൽ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ഒപ്പം സോണിയാഗാന്ധിക്കും വളരെ അടുത്ത സൗഹൃദമുണ്ടായിരുന്ന ഗുലാം നബി ആസാദ് തനിക്കെതിരായ ഈ വിചാരണയിൽ അദ്ദേഹം തന്നെ വാദിക്കുന്നതായിരിക്കും. വരൂ, ഇന്നത്തെ സ്പെഷ്യൽ വിചാരണ നമുക്ക് തുടങ്ങാം. ഗുലാം നബി ആസാദിനോടൊപ്പം വരൂ, ആദ്യത്തെ കുറ്റാരോപണം നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ സീനിയർ രാഷ്ട്രീയ നേതാവ് ഗുലാം നബി ആസാദിന്റെ മേൽ ചുമത്തപ്പെട്ട ആദ്യത്തെ കുറ്റം ഇദ്ദേഹം വിശ്വാസവഞ്ചകനാണ് എന്നുള്ളതാണ്. ആസാദ് സാർ, താങ്കളുടെ പുസ്തകം പുറത്തു വന്നതിന് ശേഷം കോൺഗ്രസിലെ താങ്കളുടെ പഴയ കൊളീഗ്സ് ഒക്കെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, പെട്ടെന്ന് ഇദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്, നമ്മുടെ കൂട്ടുകാരൻ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നു. ചിലർ മറ്റൊരാൾക്ക് വേണ്ടിയാണ് താങ്കൾ ഇങ്ങനെ മാറിയതായി പറയുന്നു. അതോടൊപ്പം കോൺഗ്രസിന്റെ ഒഫീഷ്യൽ വക്താവ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം താങ്കൾക്ക് വേണ്ടി എഴുതിയിരിക്കുക. ഇദ്ദേഹത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടതിൽ എനിക്ക് സങ്കടമില്ല. ഇതിനു മുൻപ് അദ്ദേഹം എങ്ങനെയായിരുന്നു, ഇപ്പൊ ഇങ്ങനെ ആയല്ലോ എന്നുള്ള സങ്കടം.
പണ്ട് എങ്ങനെയിരുന്നൊരാൾ ഇപ്പോൾ ഇങ്ങനെയായല്ലോ എന്ന് പരിതപിക്കുന്നവരാണ് എൻ്റെ ഈ നിലയ്ക്ക് ആധാരം. ഞാൻ വിശ്വസ്തനല്ലാതായിട്ടൊന്നുമില്ല, പക്ഷേ ഒന്ന് ശരി മനസ്സിലാക്കി. വിശ്വാസമില്ലാത്തവരവരാണ്. എല്ലാം അവരുടെ കൺമുന്നിൽ തന്നെയുണ്ടല്ലോ. എന്നിരുന്നാലും എല്ലാം കഴിഞ്ഞു എന്ന് ലീഡർഷിപ്പ് തന്നെ പറയുമ്പോൾ അവർക്കാർക്കും ധൈര്യമില്ല. അവരാണ് വിശ്വാസമില്ലാത്തവർ. അവരവരുടെ ലീഡറെയാണ് വഞ്ചിക്കുന്നത്. അവരുടെ പാർട്ടിയെ തന്നെയാണ് വഞ്ചിക്കുന്നത്. പാർട്ടിയുടെ ലീഡറിനോട് പാർട്ടി നശിച്ചുപോയി എന്ന് പറയാനുള്ള ധൈര്യം അവർക്കില്ല. അതിന്റെ ആവശ്യമുണ്ടെന്നും അവർക്ക് തോന്നുന്നില്ല. ഈ പാർട്ടി ഒരു കാലത്ത് ഇന്ത്യയുടെ ഏതാണ്ട് 31-33 സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തിയവരാണ്. പാർലമെന്റിൽ ഏകദേശം 414 സീറ്റുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിൽ ഒരു 50-55 സീറ്റുകളെ കിട്ടിയുള്ളൂ. ലീഡർക്ക് പ്രതിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അവരാണ് വിശ്വസ്തരല്ലാത്തത്. അവരാണ് അവരുടെ പാർട്ടിയെ വഞ്ചിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും ലീഡറിനോട് ഇത് പറയുന്നില്ലല്ലോ. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യമില്ല. ആസാദ് സാർ, താങ്കൾ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് വന്നത് അവർക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. അവരെന്താ പറയുന്നതെന്ന് വെച്ചാ, താങ്കൾ രാഹുൽ വേണ്ടാന്ന് പറയുന്നത് പ്രശ്നമല്ല, പക്ഷെ മോദി വേണമെന്ന് പറയുന്നതാണ് പ്രശ്നമെന്ന്. ഞാൻ പറയുന്നത് മോദിജി തന്നെ വരണമെന്നുമല്ല, മാത്രമല്ല രാഹുൽജി വരരുത് എന്നുമല്ല. ഇവിടുത്തെ പ്രശ്നം ഗേൾഫ്രണ്ടിൻ്റെ ഒന്നുമല്ല, ബോയ്ഫ്രണ്ടിൻ്റേതുമല്ല. ഇത് ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഏത് ക്യാപ്റ്റനാണോ ഈ കപ്പലിനെ മുക്കിക്കളയുന്നത്, ആര് ഈ കപ്പൽ നിയന്ത്രിച്ച് കരയിലെത്തിക്കുമെന്നുള്ളതാണ് പ്രശ്നം. ഇതിൽ ഞാൻ ആരുടെയും മതം നോക്കില്ല, ആരുടെയും മുഖവും നോക്കില്ല. അവരുടെ പരിശ്രമത്തെ നോക്കൂ. നമ്മുടെ ഇന്ദിരാഗാന്ധിയും നല്ലവണ്ണം ഭരിച്ചു, രാജീവ് ഗാന്ധിയും ഭരിച്ചു, നെഹ്റു ഉണ്ടായിരുന്നു, അദ്ദേഹവും നന്നായി ഭരിച്ചു. ഈ നാട് മാത്രമല്ല, ലോകം തന്നെ നിയന്ത്രിക്കാൻ കഴിവുള്ളവർ. മിസ്സിസ് ഗാന്ധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രൈം മിനിസ്റ്ററാകാനുള്ള യോഗ്യത കിട്ടിയില്ലെങ്കിൽ അതും പിന്നിൽ നിന്ന് പ്രവർത്തിക്കുമായിരുന്നു. പക്ഷെ ഇന്നത്തെ സ്ഥിതി എന്താണ്? പാർട്ടി തന്നെ ശരിയല്ലല്ലോ. വെറുതെ ചീത്ത വിളിച്ചതുകൊണ്ട് ലീഡറാകാൻ കഴിയില്ലല്ലോ. ചീത്ത വിളിക്കുന്നത് തെറ്റൊന്നുമല്ല, പക്ഷെ അതിനൊക്കെ ചില മര്യാദകളില്ലേ? ഈ തെരുവ് ഭാഷയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതും എപ്പോ പറയണമെന്നാൽ, 24 മണിക്കൂർ ഉറങ്ങി എണീറ്റ് നിങ്ങൾ ഒരാളെ ചീത്ത വിളിക്കുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പും ചീത്ത വിളിക്കുന്നു. ഇതുകൊണ്ട് നാടും രക്ഷപ്പെടില്ല, ലോകവും രക്ഷപ്പെടില്ല, ആർക്കും അധികാരവും കിട്ടില്ല. താങ്കൾ രാഹുൽ ഗാന്ധി കപ്പല് മുക്കാൻ നോക്കുന്നു, മോദി ഓടിക്കാൻ നോക്കുന്നെന്നാണോ? ഇപ്പോൾ അതല്ലേ നടക്കുന്നത്? ഒരു ക്യാപ്റ്റനാകുന്നതിന്, ഉദാഹരണത്തിന് മോദി സാർ 24/7 അധ്വാനിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അധികാരം വേണമെങ്കിൽ 24 മിനിറ്റെങ്കിലും ജോലി ചെയ്യണ്ടേ? 24 മിനിറ്റെങ്കിലും ജോലി ചെയ്തില്ലെങ്കിൽ എങ്ങനെ പ്രധാനമന്ത്രിയാകും? രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ സഹതാപമാണ് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ കൂടെയും ഞാൻ മന്ത്രിയായിട്ടുണ്ട്, പിതാവിന്റെ കൂടെ പാർട്ടിയിലുമുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുത്തശ്ശിയുടെ കാലത്തും എന്റെ 32ാമത്തെ വയസ്സിൽ മന്ത്രിയായിട്ടുണ്ട്. അതിനു മുമ്പ് യൂത്ത് കോൺഗ്രസിൽ 28-30 വയസ്സിൽ ഇന്ദിരാഗാന്ധിയുടെ കൂടെയും ജോലി ചെയ്തിട്ടുണ്ട്. 24 മണിക്കൂറിൽ 20 മണിക്കൂറും ജോലി ചെയ്യും. രാജീവ് ഗാന്ധിയും 20 മണിക്കൂർ ജോലി ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം 20 മിനിറ്റ് പോലും ചെയ്യുന്നില്ലല്ലോ. അവരൊക്കെ 20 മണിക്കൂർ ജോലി ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിയായി. ഇദ്ദേഹം 20 മിനിറ്റ് പോലും ചെയ്യാതെ, ഒരു ജോലിയും ചെയ്യാതെ എങ്ങനെ പ്രധാനമന്ത്രിയാകാൻ പറ്റും? ഞാൻ 20 മണിക്കൂർ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും 18 മണിക്കൂർ. ഐ എം 70+ നൗ. ഇപ്പോഴും 20 മണിക്കൂർ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ 2 മണിവരെ ഇരുന്ന് ജനങ്ങളെയൊക്കെ കാണുന്നു. വീണ്ടും 6 മണിക്ക് തുടങ്ങുകയായി. താങ്കൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് അവരെന്താ പറയുന്നത് വെച്ചാൽ, താങ്കളുടെ പാർട്ടിയുടെ പേരാണ് ആസാദ്. ആസാദിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം. പുസ്തകത്തിന്റെ പേര് ആസാദ് എന്ന് വെച്ചാലും താങ്കൾ മോദിയുടെ അടിമയാണെന്നാണ് പറയുന്നത്. ഞാൻ ആരുടെയും അടിമയല്ല. ഈ ചിന്ത തന്നെ അടിമത്തമാണ്. ഒരാൾ നല്ല കാര്യം ചെയ്യുന്നത്, ഒരാളുടെ നല്ലതിനെ നല്ലത് എന്ന് പറയുന്നത് തെറ്റ് എന്ന് പറയുമ്പോ അതാണ് ശരിയായ അടിമത്തത്തിന്റെ ലക്ഷണം. അവരെന്താണ് പറയുന്നത് വെച്ചാൽ, താങ്കളുടെ ഈ പുസ്തകം എഴുതിയത് ഒരിക്കലും താങ്കളല്ലെന്നും എഴുതിയത് മോദിജിയാണെന്നും, ഇത് കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി എഴുതിയ പുസ്തകമാണെന്നും പറയുന്നു. കോൺഗ്രസ് ഇല്ലാത്ത ഭാരതത്തിന് വേണ്ടിയാണ് ഈ പുസ്തകം റിലീസ് ചെയ്യുന്നതെന്നും പറയുന്നു. 2 കാര്യങ്ങൾ പറയാം. മോദിജിയാണ് എഴുതിയിരുന്നെങ്കിൽ അത് വളരെ നല്ല കാര്യം. കോൺഗ്രസിനെ പുകഴ്ത്തുന്നെന്ന് പറയുന്നു, ഫ്രീഡം ഫൈറ്റേഴ്സിനെ പുകഴ്ത്തുന്നതായിട്ട് പറയുന്നു, നെഹ്റുവിനെ പുകഴ്ത്തുന്നു, ഇന്ദിരാഗാന്ധിയെയും പുകഴ്ത്തുന്നുണ്ട്.
ആ പുസ്തകത്തിൽ രാജീവ് ഗാന്ധിയെ പുകഴ്ത്തുന്നുണ്ട്, സോണിയാഗാന്ധിയെയും പുകഴ്ത്തുന്നുണ്ട്. മോദിജി ഇങ്ങനെ എല്ലാവരെയും പുകഴ്ത്തുന്നത് വളരെ നല്ല കാര്യമല്ലേ? അങ്ങനെ വിചാരിച്ചിട്ട് എല്ലാവരും സന്തോഷിച്ചിട്ടുണ്ടാവണം. എന്നെപ്പറ്റി പുകഴ്ത്തുന്നില്ലെന്ന് ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിൽ അച്ഛനെപ്പറ്റിയും മുത്തശ്ശിയെപ്പറ്റിയും മുത്തശ്ശനെക്കുറിച്ചും എല്ലാം പുകഴ്ത്തുന്നുണ്ടല്ലോ. പിന്നൊരു കാര്യം, അവരിങ്ങനെ ചെയ്ത് ജോലിയെ ചെയ്യാതിരുന്നാൽ അത് മോദിജിയെ പുകഴ്ത്തുന്നതിന് തുല്യമല്ലേ? മോദിജിയെ ബലഹീനനാക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ മാറ്റങ്ങളും പുരോഗതിയും കൊണ്ടുവരുമെന്ന് ഞാൻ പറഞ്ഞു. ഡിസ്ട്രിക്ട് ലെവലിൽ ഇലക്ഷൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, സ്റ്റേറ്റ് ലെവലിൽ ഇലക്ഷൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, വർക്കിംഗ് കമ്മിറ്റി ഇലക്ഷൻ ചെയ്യുമെന്ന് പറഞ്ഞു. 24 വർഷമായിട്ട് ഇലക്ഷനേ ഇല്ലല്ലോ. ഇപ്പോ മല്ലികാർജുന ഖാർഗെ ഒരു സീനിയർ ലീഡർ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയില്ലേ? നാഷണൽ പ്രസിഡന്റ് ഇലക്ഷന് മുമ്പ് ബ്ലോക്ക് ലെവൽ ഇലക്ഷൻ നടക്കണം, ഡിസ്ട്രിക്ട് ഇലക്ഷൻ നടക്കണം, സ്റ്റേറ്റ് ഇലക്ഷൻ നടക്കണം. അവരെല്ലാമാണ് തെരഞ്ഞെടുക്കുന്നത്. ബ്ലോക്ക് ഇലക്ഷനും ചെയ്തില്ല, ഡിസ്ട്രിക്ട് ഇലക്ഷനും ചെയ്തില്ല, നേരെ നാഷണൽ പ്രസിഡന്റ് ഇലക്ഷൻ ചെയ്തു. അതും വോട്ടർ ലിസ്റ്റ് പോലുമില്ലാതെ. ഇലക്ഷൻ കഴിയുന്നതുവരെ പലർക്കും വോട്ടേഴ്സ് ലിസ്റ്റ് കിട്ടിയില്ല. അന്ന് ചിലരൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റ് ഫോണിൽ കാണിച്ചിരുന്നു. അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം എന്തെങ്കിലുമൊക്കെ ഒന്നും നടന്നില്ല. ഇവരിങ്ങനെ ഇദ്ദേഹം ഒന്നും ചെയ്യുന്നില്ലല്ലോ. പാർട്ടി അവർ നടത്തുന്നില്ലല്ലോ. പാർട്ടി ചെയ്യുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഇല്ലല്ലോ. അദ്ദേഹം വളരെ പാവമാണ്, എന്റെ ഒരു സുഹൃത്തുമാണ്. അദ്ദേഹത്തെ ഡൗൺഗ്രേഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, മറ്റൊരു പ്രധാന കാര്യം, 26 വർഷമായിട്ട് വർക്കിംഗ് കമ്മിറ്റി അതിന്റെ ഇലക്ഷൻ എപ്പോഴാണ് നടന്നത്? 26 വർഷം മുന്നേ, 1997 കഴിഞ്ഞ നൂറ്റാണ്ടിൽ, സീതാറാം കേസരിയുടെ കാലത്ത്. 26 കൊല്ലമായി നടന്നില്ല. എന്താ നടക്കാഞ്ഞത്? കാരണം എലക്റ്റഡ് വർക്കിംഗ് കമ്മിറ്റിയെ പ്രസിഡന്റിന് മാറ്റാൻ കഴിയില്ല. കാരണം അവർ എലക്റ്റഡ്. പക്ഷെ ഇദ്ദേഹത്തിന് കൂടെ കൂടെ പ്രസിഡന്റിനെ മാറ്റിക്കൊണ്ടേയിരിക്കുന്ന പ്രവണതയാണുള്ളത്. ഒരാൾ എതിരായിട്ട് പ്രവർത്തിച്ചാൽ അവനെ മാറ്റുകയാണ് പുതിയ രീതി. ആരെങ്കിലും ഗുലാം നബി ആസാദിനെ പോലെ ഇങ്ങനെ പ്രവർത്തിച്ചാൽ അതോടെ കഴിഞ്ഞുവല്ല, വേറൊരാളെ അന്വേഷിക്കുകയായി. ഇതിന് ജനാധിപത്യമെന്ന് എങ്ങനെ പറയും? കോൺഗ്രസ് എങ്ങനെ ഉണ്ടാവും? അപ്പോൾ എലക്ഷൻ വർക്കിംഗ് കമ്മിറ്റിയുടെയും ഉണ്ടായിട്ടില്ല. വേറൊരു കാര്യം നിങ്ങളുടെ അറിവിലേക്കായിട്ട്, ഈ ചാനൽ മുഖാന്തരം കോടിക്കണക്കിന് ആളുകൾ കാണുകയല്ലേ. 70% ടിക്കറ്റുകൾ തികച്ചും യോഗ്യതയില്ലാത്തവർക്കാണ് കൊടുക്കുന്നത്. ഇവിടെയാവട്ടെ പാർലമെന്റ് ഇലക്ഷനിലും ആയിക്കോട്ടെ, ഇലക്ഷൻ ടിക്കറ്റ് കൊടുക്കുന്ന ഈ കമ്മിറ്റിയെ ആദ്യം ചേഞ്ച് ചെയ്യണം. രാഷ്ട്രീയത്തിൽ ആരാണോ ഉള്ളത് അവരെ നിയമിക്കൂ. ഇപ്പൊ തമിഴ്നാട്ടിൽ ഇങ്ങനെ ചെയ്താൽ ശരിയാവും, ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല എന്ന് പറയുന്നവരെ നിയമിക്കൂ. രാഷ്ട്രീയം അറിയുന്നവരെ നിയമിക്കൂ. ബംഗാളിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറയുന്നവരെ നിയമിക്കൂ. പക്ഷെ 15 വർഷം മുമ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മാറിയ ഒരാളെ 26 വർഷം മുമ്പ് നടന്നൊരു കാര്യം പറയുന്ന ആൾ കാര്യങ്ങൾ നിശ്ചയിക്കാൻ തുടങ്ങിയാൽ 40 സീറ്റല്ലാതെ എത്രയാ കിട്ടുക? എന്നിട്ടും മോദിയോട് ഫൈറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി പറയൂ, ഞാനാണോ കോൺഗ്രസിനെ വഞ്ചിക്കുന്നത്, അവരാണോ വഞ്ചിക്കുന്നത്? കോൺഗ്രസിനെ അവരാണോ ബലഹീനപ്പെടുത്തുന്നത്, അതോ ഞാനോ? പറയൂ. ശരിയാക്കാൻ പറഞ്ഞു. ശരിയാക്കാൻ പറഞ്ഞവൻ വിശ്വസ്തനല്ലാതെ ഇപ്പോ ഒരു ഭീരുവായി മാറി. അകത്തിരുന്നിട്ട് കോൺഗ്രസിനെ ഇങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ നല്ല ആളുമായി. അത് ശരിയാണോ? പറയൂ. വർക്കിംഗ് കമ്മിറ്റിക്കും ഇലക്ടിംഗ് കമ്മിറ്റിക്കും അവിടെ ഒരു ജോലി ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. ആരെ നിർത്തണം, ആരെ ജയിപ്പിക്കണം, ആരെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ ഈ നാശം സംഭവിച്ചത്. വെറും 40 സീറ്റ് മാത്രമല്ലേ കിട്ടിയുള്ളൂ. ഇപ്പോ ഒരുപക്ഷെ വർക്കിംഗ് കമ്മിറ്റിയാണ് തീരുമാനിച്ചിരുന്നതെങ്കിൽ ആരാണോ നല്ല പ്രവർത്തനം ചെയ്യുന്നത് അവർക്ക് നല്ല പേര് കിട്ടുമായിരുന്നു. പക്ഷെ ഒരാൾ ഡൽഹിയിൽ ഇരുന്നിട്ട് ടിക്കറ്റ് എന്താണെന്ന് പോലും അറിയാത്തൊരാൾ ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങിയാൽ 40 സീറ്റ് പോലും കിട്ടില്ല. അതിശയമായിരിക്കും. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ദിഗ്വിജയ് സിംഗും താങ്കളുടെ പ്രായത്തിലുള്ള ഒരു വ്യക്തിയാണ്. അതെ. കോൺഗ്രസ് പാർട്ടിയിലെ ഒരു സീനിയർ നേതാവാണ്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഗുലാം നബി ആസാദ് കോൺഗ്രസിനെ നശിപ്പിക്കാൻ നോക്കിയാണ്, പക്ഷെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ പുതിയ പാർട്ടിയെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയുന്നു. അകത്തിരുന്ന് അദ്ദേഹം ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് നട്ടിലില്ലാതെ പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്റെ കൂടെ ഇരിക്കുമ്പോൾ ഇവർ വേസ്റ്റാണെന്ന് പറയുമായിരുന്നു. പക്ഷെ കുറച്ചെങ്കിലും ഗഡ്സ് ഉണ്ടായിരുന്നെങ്കിൽ, വെളിയിൽ വന്നിങ്ങനെ പറയണമെങ്കിൽ അയാൾക്ക് എന്തുമാത്രം ഗഡ്സ് ഉണ്ടാവണം പറയൂ. എന്റെ കൂടെ വെറും 1 മണിക്കൂർ ഇരുന്നാൽ മതി, വേസ്റ്റാണെന്ന് പറയും. അവർക്കും പാർട്ടി വിട്ടാൽ കൊള്ളാവുന്നുണ്ട്, പക്ഷെ ധൈര്യം വേണം. അദ്ദേഹം ഭാരത് ജോഡോ യാത്രയിലും ഒപ്പം പോയില്ലേ? വെറുതെ പദയാത്ര നടത്തിയോട് കാര്യമുണ്ടോ? അങ്ങനെ നടന്നതുകൊണ്ട് സാധാരണ എല്ലാവരും വിളിക്കുന്ന പേരിൽ നിന്നും തപസി എന്നുള്ളൊരു പേര് വന്നില്ല. ഇല്ലില്ല. ഞാൻ അത്തരം വിഷയങ്ങളിലൊന്നും തലയിടാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹം നല്ല കുടുംബത്തിലുള്ള ആൾ. എനിക്ക് വളരെ വിഷമമുണ്ട് ഇക്കാര്യത്തിൽ.
ആ കുടുംബവുമായി എനിക്ക് നല്ല സുഹൃത്ത് ബന്ധമാണുള്ളത്. അവരെപ്പറ്റി പറയേണ്ടി വരുന്നു. ഞങ്ങൾ അകത്തിരുന്നു കൊണ്ട് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്തു. കേട്ടില്ല, അപ്പൊ പിന്നെ എന്തു ചെയ്യാൻ പറ്റും? ഒന്നുകിൽ ശാന്തനായി ഒരിടത്തിരിക്കണം, അല്ലെങ്കിൽ അസിഡിറ്റി ആവും. അസിഡിറ്റി ടെൻഷൻ കൊണ്ടാണല്ലോ ഉണ്ടാകുന്നത്. ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ അദ്ദേഹം അത് ചെയ്യില്ല. അല്ലെങ്കിൽ നല്ല രീതിയിൽ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് ഞാൻ പറയട്ടെ, അവരെന്താ പറയുന്നത്? മോദി ഒരു കള്ളനാണ്, അദാനിയും ഒരു കള്ളൻ. അതിലെനിക്കൊരു പ്രശ്നവുമില്ല, ആരും എൻ്റെ സ്വന്തക്കാരുമല്ല. പക്ഷേ ഒരു പ്രാവശ്യം പറയാം, 2 പ്രാവശ്യം പറയാം, 4 പ്രാവശ്യം, 10 പ്രാവശ്യം, പക്ഷെ 9 വർഷമായിട്ട് ഇതന്നല്ലേ പറയുന്നത്. 9 വർഷമായിട്ടും ഈ രാജ്യത്ത് ഇത് തന്നെയാണ് പറയുന്നത്, വേറൊന്നും പറയാനില്ല. ഇവിടെ കോടിക്കണക്കിന് ആളുകൾ ജോലിയില്ലാതിരിക്കുന്നു. നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ അവരുടെ കയ്യിൽ ഒരു ജോലിയില്ല. ഇതാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. എല്ലാവരും മോദിയെ കള്ളനെന്ന് വിളിക്കുമ്പോൾ താങ്കൾ അങ്ങനെ ഒരു വാക്കേ പറയുന്നില്ല. ഇല്ല, അവർ പറയുന്നു, ഞാനല്ലല്ലോ പറയുന്നത്. ഞാനെപ്പോ പറഞ്ഞു? താങ്കൾ അങ്ങനെയൊന്നും പക്ഷേ പറയുന്നില്ല. 9 വർഷവും ഇതന്നെ പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഈ രാജ്യത്ത് 130 കോടി ജനങ്ങളാണുള്ളത്. 130 കോടി ജനങ്ങൾക്ക് 10,000 പ്രശ്നങ്ങളുമുണ്ട്. ഇദ്ദേഹത്തിന് 2 പ്രശ്നം മാത്രമാണ് കാണുന്നത്. അത് നിങ്ങളുടെ പ്രശ്നം, അൺഎംപ്ലോയ്ഡ് യൂത്തിന്റെ പ്രശ്നമല്ലല്ലോ. അത് അവരുടെ എന്താ പറയുക, വിലക്കയറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റിയൊന്നും പറയുന്നേയില്ലല്ലോ. താങ്കൾ ഈ കാര്യം അദ്ദേഹത്തിനോട് നേരിട്ട് പറഞ്ഞിരുന്നു? ഞങ്ങളെല്ലാവരും വർക്കിംഗ് കമ്മിറ്റിയിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ മോദിയുടെ കൂടെയാണെന്ന് പറയുന്നു. അങ്ങനെയുള്ളവരോട് എന്തു പറയാൻ? നിങ്ങൾ ആർക്കെങ്കിലും അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എതിർപക്ഷത്ത് ചേർന്നു എന്ന് പറഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? മോദിജി താങ്കളെക്കുറിച്ച് പറഞ്ഞ് കരഞ്ഞു. 12 മിനിറ്റ് താങ്കളെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒന്നാണെന്നല്ലേ എല്ലാവരും കരുതൂ. രാഹുൽജിയും ഇതുപോലെ നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ അത് കണ്ടിട്ട് മോദിജിയും തീർച്ചയായും കരയുമല്ലോ. ആദ്യം മോദിജി വളരെ മോശമാണ്, കുടുംബമില്ല, പിള്ളേരില്ല, ഒന്നിനെക്കുറിച്ച് സങ്കടപ്പെടില്ല. പിന്നെ താങ്കൾ തീരുമാനം മാറ്റി. മോദിജിയെ എനിക്ക് 90s തൊട്ടേ അറിയാം. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഞാനും ജനറൽ സെക്രട്ടറി ആയിരുന്നു അടൽജിയുടെ കാലത്ത്. അപ്പോഴൊക്കെ ഞങ്ങൾ എൻകൗണ്ടർ ആകുമായിരുന്നു. നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ അദ്ദേഹം അവിടെ വരുമായിരുന്നു, മുൻപിലിരിക്കുമായിരുന്നു. BJP വേഴ്സസ് കോൺഗ്രസ്. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും CM ആയിട്ടുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് ചീഫ് മിനിസ്റ്ററാണ്, ഞാൻ എൻ്റെ സംസ്ഥാനത്ത്. അപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അത്രയ്ക്ക് അടുപ്പമൊന്നുമില്ലായിരുന്നു. അതിനുശേഷം എത്രയോ കാലം ഞാൻ ഓപ്പോസിഷൻ ലീഡറായിരുന്നു, പ്രധാനമന്ത്രിയായിരുന്നു ഇപ്പോഴും. എന്നാൽ ഒരുപാടൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷെ മീറ്റിങ്ങുകളിൽ ഓരോ സെഷനിലും 2-3 മീറ്റിങ്ങുകളുണ്ടാവും. അതിൽ അദ്ദേഹത്തോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ മിണ്ടാതെ കേട്ടിരിക്കും. ഞാൻ വിചാരിച്ചിട്ടുണ്ട് അദ്ദേഹം കുറച്ച് ഷ്രൂഡാണെന്ന്. ഓപ്പോസിഷൻ ലീഡറായിട്ട് കഴിഞ്ഞ 7 വർഷക്കാലം ഞാൻ അദ്ദേഹത്തോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എതിരായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ എതിരായി നിന്ന് തർക്കിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 1 മണിക്കൂറോളം അദ്ദേഹത്തിനെതിരെ നിന്ന് നിങ്ങളുടെ ഈ പോളിസി തെറ്റാണ്, ആ പോളിസി തെറ്റാണ്, ഈ ചെയ്തത് തെറ്റാണ്, ആ ചെയ്തത് തെറ്റാണ് എന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ, നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയാറില്ല. അതിൻ്റെ തെറ്റാണ് സമ്മതിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി ആദ്യമേ തന്നെ ഞാൻ BJP-കാരനാണെന്ന് പറയുമായിരുന്നു. പക്ഷേ ഞാൻ പിന്നീട് പാർലമെന്റിൽ നിന്നും റിട്ടയർ ആയതിനു ശേഷം എൻ്റെ വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞു ജമ്മു കാശ്മീരിൽ. അതും മോദിജിയുടെ കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പാർലമെന്റിൽ തന്നെ ഉണ്ടാവുമായിരുന്നു. അവരെക്കൊണ്ട് എനിക്ക് നഷ്ടവും ഉണ്ടായിട്ടുണ്ട്. കാരണം ജമ്മു കാശ്മീരിലെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം രാജ്യസഭ ഇലക്ഷന് വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോൾ ആ അസംബ്ലിയെ 4-5 വർഷമായി അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞു. 5-6 വർഷമായിട്ടുണ്ടാവും. ആ സമയത്ത് അസംബ്ലിയെ ഇല്ലാത്ത സമയത്ത് ആരെന്നെ തിരഞ്ഞെടുക്കും? ഇത് താങ്കളെ പറ്റിച്ചതിന്റെ ഒരു തെളിവ്. അദ്ദേഹത്തോട് എനിക്കത്ര വിരോധമുണ്ടായിരുന്നു. അതോടുകൂടി ഗവർണർ റൂൾ ഉണ്ടാക്കാനും അസംബ്ലി ഉണ്ടാക്കാനും ഞാൻ പാർലമെന്റിലേക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എന്റെ ദേഷ്യം അധികരിച്ചുകൊണ്ടേയിരുന്നു. 7 വർഷം ഞാൻ അദ്ദേഹത്തെ എതിരിട്ടതുകൊണ്ട് അതും ന്യായം തന്നെയല്ലേ? എന്നാൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ, വിടവാങ്ങൽ പ്രസംഗം, എന്റെ പോയിന്റ് ഓഫ് വ്യൂയെ മാറിക്കഴിഞ്ഞു. ഒരുപക്ഷെ ഈ മനുഷ്യൻ ഷ്രൂഡായിരിക്കാം.
അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും എന്റെ കാഴ്ചപ്പാടും ചേരില്ല. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പ്രകാരം രാജ്യത്തിന് നാശം സംഭവിക്കുന്നുണ്ടാകാം. പക്ഷെ അദ്ദേഹം പ്രസംഗം തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു മുഖമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഒരു സ്റ്റേറ്റ്സ്മാന്റെ മുഖം. പ്രൈം മിനിസ്റ്റർ എല്ലായ്പ്പോഴും തെറ്റ് ചെയ്യുന്നു എന്നൊന്നും ഞാൻ പറയില്ല. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പ്രയത്നിക്കില്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ഹാർഡ് വർക്കറാണ്. കാരണം അദ്ദേഹം ആ കരഞ്ഞ ഒരു ദൃശ്യം എൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. അത് കണ്ടിട്ട് അദ്ദേഹവും കരഞ്ഞു, ഞാനും കരഞ്ഞു. അദ്ദേഹം എന്തിനാണ് കരഞ്ഞത്? ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല. ഇതെന്താ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് കഥയാണോ? മനുഷ്യത്വത്തിന്റെ പേരിൽ കരഞ്ഞു. കാരണം ഞാൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഗുജറാത്തിന്റെ ഒരു ബസ് ഗുജറാത്തി പാസഞ്ചേഴ്സുമായിട്ട് ടൂറിസ്റ്റ് ബസ് കാശ്മീരിലേക്ക് വന്നു. അതിരാവിലെ തന്നെ CIDയുടെ ഫോണുകൾ വരാൻ തുടങ്ങി. ഗുജറാത്തി പാസഞ്ചേഴ്സ് വന്നൊരു ബസ്സുണ്ട്, അതിനകത്ത് ബോംബ് പൊട്ടി കുറെ പേർ മരിച്ചു കഴിഞ്ഞു, കുറച്ചുപേർ പരിക്കേറ്റിട്ടിരിക്കുന്നു. ഇത് കേട്ട ഉടനെ ഞാൻ ഡ്രസ് ചെയ്യാനും നിന്നില്ല, ആഹാരം ഒന്നും കഴിക്കാൻ നിന്നില്ല, നേരെ സൈറ്റിലേക്ക് പോയി. അവിടെ കഷ്ണം കഷ്ണമായി കിടക്കുന്ന ബോഡികൾ കണ്ടു. ഞാൻ പോയ ഉടനെ ചീഫ് മിനിസ്റ്റർ വന്നു എന്നും പറഞ്ഞ് എല്ലാവരും കരഞ്ഞിട്ട് എൻ്റെ അച്ഛൻ മരിച്ചു, എൻ്റെ അമ്മ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കാല് പിടിച്ച് കരയാൻ തുടങ്ങി. ഞാനും ഒരു കൺട്രോളുമില്ലാതെ കരയാൻ തുടങ്ങി, ഉറക്കെ കരയാൻ തുടങ്ങി. ആ സമയത്താണ് മോദിജിയുടെ ഫോൺ വന്നത്. അന്ന് വൈകുന്നേരം ബോഡിയെല്ലാം അയക്കുന്നതിനായി എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഡെഡ് ബോഡീസ് സീ ഓഫ് ചെയ്യാൻ പോയതാ. എയർപോർട്ടിൽ വീണ്ടും എൻ്റെ കാല് പിടിച്ച് കരയാൻ തുടങ്ങി. എന്നെ ചീത്ത വിളിച്ചില്ല, എല്ലാവരും എൻ്റെ കാല് പിടിച്ച് കരയുകയാണ് ചെയ്തത്. എല്ലാവരും കരയുകയായിരുന്നു, ഞാനും ഒരുപാട് കരഞ്ഞു. അപ്പോൾ എനിക്ക് CMന്റെ ഫോൺ വന്നു. അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് സംസാരിച്ചു. ആ സിറ്റുവേഷൻ അത് നാഷണൽ ലെവലിലൊന്നും വന്നില്ല, എങ്കിലും ഗുജറാത്തിൽ അത് ഒരുപാട് ചാനലുകൾ ഞാൻ കരയുന്നതൊക്കെ. പക്ഷേ മരിച്ചുപോയത് ഗുജറാത്തി. അതെ, ഗുജറാത്തികളുമുണ്ടായിരുന്നു. അത് പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞെന്നാൽ, ഗുജറാത്തികളായിട്ടും ഇദ്ദേഹം സ്വന്തം ആൾക്കാർ പോയ പോലെയാണല്ലോ കരയുന്നത് എന്നാണ്. അതുകൊണ്ട് ഞാൻ ഇതിനുവേണ്ടി അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യുകയാണ്. എനിക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷവും ഞാൻ പ്രധാനമന്ത്രിയോട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഒടുവിലാണ് സംസാരിച്ചത്. എല്ലാ ലീഡേഴ്സും സംസാരിക്കുകയുണ്ടായി, എല്ലാവരും സംസാരിച്ചു. ഞാനും ആ കാര്യം തന്നെയാണ് ഓർത്തുകൊണ്ടിരുന്നത്. ഞാനും ഞെട്ടിപ്പോയി. നടന്ന ആ ഒരു സംഭവം വീണ്ടും പറഞ്ഞപ്പോൾ പ്രൈം മിനിസ്റ്ററും കരഞ്ഞു, ഞാനും കരഞ്ഞു. പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, അതിനെയും അവർ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. ഇയാൾ CM ആയിരിക്കുമ്പോൾ കുറെ ഗുജറാത്തികൾ മരിച്ചു, പക്ഷേ ഇവരെങ്ങനെയാണ് മരിച്ചതെന്ന് ആരും ചോദിക്കുകയുണ്ടായില്ല. ഇന്നുവരെ ആരും ചോദിച്ചിട്ടില്ല. അവരെന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, താങ്കൾ മോദിക്ക് വിശ്വാസമുള്ളൊരു വ്യക്തിയാണ്, രാഹുൽ ഗാന്ധിക്ക് ലോകസഭയിലെ മെമ്പർഷിപ്പ് നഷ്ടമായി, 2 ദിവസത്തിനുള്ളിൽ വീട് ഒഴിയണമെന്നും അദ്ദേഹത്തിനോട് പറഞ്ഞു. പക്ഷേ താങ്കൾ 2 വർഷമായിട്ട് MP ആയിട്ടില്ല, പക്ഷെ ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. യുക്രൈൻ വാർ നടക്കുന്ന സമയത്ത് 4 വർഷം തോക്കുകളുടെ ഇടയിൽ തന്നെയായിരുന്നു. പിന്നെ പഞ്ചാബിൽ പോയി, അതിനുശേഷം കാശ്മീർ പോയി. ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി മോദി അദ്ദേഹത്തിന്റെ ബംഗ്ലാവ് പോലും കാലിയാക്കി അവർക്ക് കൊടുക്കുകയാണുണ്ടായത്. PM ഹൗസിൽ സുരക്ഷിതരായിരിക്കുമെന്ന് പറഞ്ഞാണ് പോയത്. ഞങ്ങൾ ഈ 16ാമത്തെ പ്രാവശ്യം മിലിറ്റൻസിന്റെ അറ്റാക്കുകളിൽ നിന്നും ഞങ്ങൾ CM സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു 25-26 തവണ ജനറൽ സെക്രട്ടറി പഞ്ചാബിൽ നിന്നും 40 പ്രാവശ്യം രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ PM ഹൗസ് കൊടുക്കാതിരിക്കും? ഞാൻ എൻ്റെ കെട്ടിടത്തിന് വാടക കൊടുക്കുന്നുണ്ട്, വാട്ടർ ബിൽ, ഇലക്ട്രിസിറ്റി ബിൽ എല്ലാം കൊടുക്കുന്നുണ്ട്. ഫ്രീ ആയിട്ടൊന്നും തന്നെയില്ല. ഇല്ലല്ല, താങ്കൾക്ക് എത്രത്തോളം ആപത്തുകളുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സുരക്ഷയ്ക്ക് വേണ്ടി താങ്കൾക്കൊരു വീട് നൽകുന്നതിൽ തെറ്റൊന്നുമില്ല. അവർ ചോദിക്കുന്നത് ഇദ്ദേഹത്തിനോട് എന്തിനാണ് ഒഴിയാൻ പറഞ്ഞത്? അതെന്താണെന്ന് വെച്ചാ, അതായത് നിങ്ങൾ വിതയ്ക്കുന്നതല്ലേ കൊയ്യാൻ പറ്റൂ. നിങ്ങൾ 24 മണിക്കൂറും ചീത്ത വിളിക്കും, അവരും പിന്നെ നോണ്ടാതിരിക്കുവോ? പറയൂ. കോൺഗ്രസ് വിട്ട് പുറത്തു പോയത് താങ്കൾ മാത്രമല്ല, ഹേമന്ത ബിസ്വർമ. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വന്നു, അദ്ദേഹത്തിന് പ്രയോജനം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടി. അതെ, മിസ്റ്റർ സിന്ധ്യ അദ്ദേഹം ക്യാബിനറ്റ് മിനിസ്റ്ററായി. അങ്ങനെ ഒരുപാട് പേരായിട്ടുണ്ട്.
ഏകദേശം ഒരു 2 ഡസനോളം. ഇവരെ പറ്റി സംസാരിച്ച സിന്ധ്യയെ പർട്ടിക്കുലറായിട്ട് പറഞ്ഞ അദ്ദേഹം പാർലമെന്റിൽ എപ്പോഴും കൂടെ തന്നെ കാണും. എപ്പോഴും രാഹുൽ ഗാന്ധിയോടൊപ്പം ഇരുന്ന് തമാശകൾ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കും. എപ്പോഴും അദ്ദേഹമാണ് സംസാരിക്കുന്നത്. അതെ, ഇതുപോലെ ഒരു UP-യിലെ ഇദ്ദേഹത്തിന് ക്ലോസ് ആയിട്ടുള്ള ജിതിൻ പ്രസാദ് ഇല്ല, ജിതിൻ പ്രസാദും ക്ലോസ് തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ BJP മന്ത്രിയാണ്. അതോടുകൂടി സുഷ്മിതയും ഉണ്ടായിരുന്നു. അവരെ MP ആക്കിയിട്ടുണ്ട്. അവരും ഇദ്ദേഹത്തിന്റെ വയസ്സ് തന്നെയാണ്. ഒരു ചെറിയ പെണ്ണ്, വുമൻ കോൺഗ്രസിന്റെ നാഷണൽ പ്രസിഡന്റ്. അവരും പോയല്ലോ, TMC-യിൽ MP ആക്കിയല്ലോ. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന യൂത്ത് എല്ലാവരും വിട്ടുപോവുകയാണ്. എന്തുകൊണ്ട് പോകുന്നു? നിങ്ങളുടെ പെരുമാറ്റം അങ്ങനെയായിരിക്കും. ഹിമന്തയുടെ കഥ ഞങ്ങൾക്കറിയാം. അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കാണാൻ പോയപ്പോൾ രാഹുൽ ഗാന്ധി ഒന്നും സംസാരിക്കാതെ നായ്ക്ക് ബിസ്ക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. നോക്കൂ, ഹേമന്തിന്റെ കഥയും ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കാരണം മിസ്റ്റർ ഗാന്ധി എന്നെയാണ് അയച്ചത്. ആ പരിതസ്ഥിതിയൊക്കെ ഒന്ന് പോയി മനസ്സിലാക്കിയോന്നും പറഞ്ഞ്. ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു. അവിടെ നിന്നാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. ഇവിടെ ഒരേ ഫൈറ്റ് നടക്കുന്നു. ഇവരൊക്കെ കൂടി CM-ന്റെ എതിരായിട്ട് വോട്ട് ഓഫ് നോ കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് എന്നോട് ഇലക്ഷൻ നടത്താൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ, ഡൽഹി വീട്ടിൽ, ഹേമന്തയെയും വിളിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ 45 MLA-മാരും ഉണ്ടായിരുന്നു. CM-നെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ 7 MLA-മാരുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ആരുടെ കൂടെയാണ് കൂടുതൽ MLA-മാർ അവരെ തിരഞ്ഞെടുത്തോളൂ എന്ന്. ഞാൻ രാവിലെ പോയി. വൈകുന്നേരം രാഹുൽജിയുടെ ഫോൺ വരുന്നു, നിങ്ങളെന്താ പോകാഞ്ഞതെന്നും പറഞ്ഞ്. രാവിലെ കാണാൻ പോയപ്പോൾ എന്നെ കാണുന്ന സമയത്ത് CM-ന്റെ കൂടെയായിരുന്നു. ഇവരാണ് ജയിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഞാനെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഹേമന്തയോട് ആരുടെ കയ്യിലാണോ മെജോറിറ്റി, ഇവരുടെ കയ്യിൽ 7, അദ്ദേഹത്തിൻ്റെ കയ്യിൽ 45. അതിനുശേഷം അദ്ദേഹം ഓടിപ്പോയി. ഓടട്ടെ, നോർത്ത് ഈസ്റ്റിൻ്റെ ഇൻചാർജ് ആയിട്ടുണ്ട്. പക്ഷെ എന്തായിട്ട്? വേറെ വഴിയില്ലാത്തതുകൊണ്ട് പോയി. ഇന്നെന്തിനാണ് കരയുന്നത്? അദ്ദേഹം ഇന്ന് 8 സ്റ്റേറ്റാണ് കൈകാര്യം ചെയ്യുന്നത്. എല്ലാം അദ്ദേഹത്തിൻ്റെ കൺട്രോളിലും. എന്നാലും കോൺഗ്രസ് നന്നായി വർക്ക് ചെയ്തു എന്ന് പറയുന്നു. കോൺഗ്രസ് നല്ലതൊന്നും ചെയ്തിട്ടില്ല, വെറുതെ മോദിയെ തെറി വിളിക്കുന്നെന്ന് മാത്രം. ക്യാപ്റ്റൻ അമരേന്ദർ സിംഗിന് എന്താ സംഭവിച്ചത്? അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നല്ലോ. അതെ, അതിനെക്കുറിച്ചും ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിലുണ്ടായിരുന്നല്ലോ. ഞാൻ എല്ലാ കാര്യവും പറയാൻ പറ്റില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. കുറച്ച് പറഞ്ഞാൽ മതി, പക്ഷേ സത്യം അതെ, പറയണം. ഞാൻ ഇക്കാര്യത്തിൽ തികഞ്ഞ ഗാന്ധിയനാ. ഞാൻ നുണ പറയാറില്ല, സത്യം മാത്രമേ പറയൂ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വർക്കിംഗ് കമ്മിറ്റിയിൽ എന്നെ വിളിക്കുകയുണ്ടായി. അപ്പം ഞാൻ ചോദിച്ച ഒരേ കാര്യം, ഇതിന് ആരാണോ കാരണക്കാരൻ അയാളെ വിളിക്കൂ. പഞ്ചാബ് കയ്യിൽ നിന്ന് പോയവനെ വിളിക്കൂ. എലക്ഷന് 4 മാസങ്ങൾക്ക് മുന്നേ ഏതെങ്കിലും ഒരു വിഡ്ഢി ചീഫ് മിനിസ്റ്ററെ മാറ്റുമോ? ഞാൻ ഗ്രാമത്തിൽ 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. മെയിൻ സ്ട്രീമിൽ കുതിരകളെ മാറ്റരുത്. മെയിൻ സ്ട്രീമിൽ കുതിരകളെ മാറ്റിയാൽ തീർച്ചയായും തോൽക്കും. നവജോത് സിംഗ് സിദ്ധുന്ന് നല്ലൊരു കുതിര ഉള്ളതുകൊണ്ടല്ലേ മാറ്റിയത്? അതെ, അതൊക്കെ ശരി തന്നെയാണ്. അത്രയും വലിയൊരു കുതിരയെ ഞാനിതുവരെ കണ്ടിട്ടേയില്ല. പാസഞ്ചർ ഇരുത്തിയതിനു ശേഷം അദ്ദേഹം അപ്പോഴാണ് കുതിരയെ പോലും കാണുന്നത്. ഞാനിതുവരെയും ഇന്ത്യയിൽ ഞാൻ ഇതുവരെ കണ്ടതിൽ, എൻ്റെ ഈ 50 വർഷത്തെ പരിചയത്തിൽ, ഒരു കോൺഗ്രസ് പ്രസിഡന്റ്, അവർ തന്നെ നവജോത് സിദ്ധു, ഇലക്ഷൻ രംഗത്ത് ഈ ചീഫ് മിനിസ്റ്റർ നുണ പറയുകയാണ്, ഇദ്ദേഹം തരുന്ന വാഗ്ദാനങ്ങളൊക്കെ പൊള്ളയാണ്, ഒരിക്കലും അതൊന്നും നടപ്പാക്കില്ല, ഇവർ കള്ളനാണ് എന്നൊക്കെ പറയും. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ മകളും പാർട്ടിക്ക് വേണ്ടിയൊക്കെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ചീഫ് മിനിസ്റ്റർ കള്ളനാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു പാർട്ടിക്ക് ഏത് കഴുത വോട്ട് ചെയ്യും? ആ പാർട്ടിയുടെ പ്രസിഡന്റ് ചീഫ് മിനിസ്റ്റർ കള്ളനാണെന്നെങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകളും പ്രവർത്തിക്കുന്നുണ്ട്. അതും ഞങ്ങളുടെ പാർട്ടി CM കള്ളനാണെന്ന് പറയുന്നു. ജനങ്ങളെങ്ങനെ വോട്ട് കൊടുക്കും? ഇതുപോലെ അവരുടെ പാർട്ടിയെ തെറ്റായി പറഞ്ഞ് ഇതുപോലെ പ്രചാരം ചെയ്യുന്നവർ, അവരാണോ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അതോ ഞാനോ? അവരാണോ മോദിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അതോ ഞാനോ? രാജസ്ഥാനിൽ പ്രക്ഷോഭം തുടങ്ങാൻ പോകുമെന്നൊന്ന് അറിഞ്ഞിരുന്നു. സച്ചിൻ പൈലറ്റ് കുറച്ചുനാളായിട്ട് അസ്വസ്ഥനാണെന്ന് പറഞ്ഞു. നോക്കൂ, കോൺഗ്രസ് ജീവിച്ചിരിക്കണമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷേ കപ്പലിനെ മുക്കാൻ ക്യാപ്റ്റൻ തന്നെ തയ്യാറായി കഴിഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ക്യാപ്റ്റൻ അധികം വൈകാതെ തന്നെ കപ്പലിനെ എവിടെയാണോ കൂടുതൽ തിരകളുള്ളത് അങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് മുങ്ങുന്നത്.
ഇപ്പൊ 90% മുങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ കുറച്ച് മാത്രമാണ് മുങ്ങാൻ ബാക്കിയുള്ളത്. ഞാൻ പറയുന്നത് ശരിയല്ലേ? ടർബുലൻസ് കൂടുതലുള്ളവിടെ ചെന്നാൽ ഉടനെ ഒരു തന്നെ കവി അത് പറഞ്ഞിട്ടില്ലേ, മുങ്ങിപ്പോവില്ലേ? എവിടെയാണോ വെള്ളം കുറവ് അവിടെയാണ് എന്റെ കപ്പൽ മുങ്ങിപ്പോയതെന്ന്. പക്ഷെ അവിടെ വെള്ളമുണ്ടായിരുന്നില്ലേ? അദ്ദേഹം മണലിൽ തന്നെയാണല്ലോ മുങ്ങുന്നത്. ആസാദ് സാർ അവരെന്താ പറയുന്നതെന്ന് വെച്ചാ വെറുപ്പെന്നുള്ള ബസാറിൽ സ്നേഹം എന്നുള്ള കട തുറക്കാൻ പോവുകയാണെന്ന്. താങ്കൾ എപ്പോഴെങ്കിലും ആ കടയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? ഇല്ലില്ല. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഞാൻ സ്വന്തമായി സമ്പാദിക്കാൻ പഠിച്ചവനാണ്. എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനും എനിക്കറിയാം. മറ്റൊരാളുടെ അനാവശ്യ പണം എനിക്ക് വേണ്ട. ആരോടെങ്കിലും ഭിക്ഷ ചോദിച്ചിട്ട് ഞാൻ കഴിക്കാറില്ല. അവർ ഭിക്ഷ എടുത്തിട്ടല്ലേ കഴിയുന്നത്. പുകഴ്ത്തുന്നവരെ, ഷൂ പോളിഷ് ചെയ്യുന്നവരെയൊക്കെ അതിനുശേഷം ഞങ്ങൾക്ക് പൊസിഷൻ തരൂ, മോദിയോട് വിരോധം കാണിക്കൂ എന്നൊക്കെ പറഞ്ഞ് നടക്കും. എന്നെ എതിർത്താൽ, PM-നെ എതിർത്താൽ നിങ്ങൾ പവറിൽ വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലസ് ദം. ഐ വിഷ് ദം ലക്ക്. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ വിചാരണ തുടരുന്നതായിരിക്കും. സോണിയാഗാന്ധിക്ക് താങ്കൾക്കുള്ള റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ എനിക്ക് മജൂദ് സുൽത്താൻപൂരിയുടെ ചില വരികളാണ് ഓർമ്മ വരുന്നത്. ആരുടെ മനസ്സിൽ ഞങ്ങൾ ജീവന്റെ ജീവനായിട്ട് ഒന്നായിട്ട് ഇരുന്നുവോ, ഇപ്പോൾ അവരുടെ മുന്നിൽ തന്നെ കുറ്റവാളിയായിട്ട് നിൽക്കുന്നു. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഇന്ത്യയിൽ ഇപ്പോഴുള്ള രാഷ്ട്രീയ നേതാക്കളിൽ വളരെ സീനിയറായ വ്യക്തിയാണ് ഗുലാം നബി ആസാദ്. അദ്ദേഹത്തിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ സീനിയർ ലീഡർ ഗുലാം നബി ആസാദിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം നന്ദിയില്ലാത്തൊരു വ്യക്തിയാണ് എന്നുള്ളതാണ്. ആസാദ് സാർ, കോൺഗ്രസിലുള്ളവർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ 50 വർഷമായിട്ട് താങ്കൾക്ക് കോൺഗ്രസ് എന്ത് നൽകിയില്ല. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാക്കി, റെക്കോർഡ് ടൈം ജനറൽ സെക്രട്ടറിയാക്കി, താങ്കൾ പാർലമെന്ററി ബോർഡിലുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ സർക്കാർ വരുമ്പോഴെല്ലാം 4 പ്രധാനമന്ത്രിമാർ താങ്കളെ മിനിസ്റ്ററാക്കി. പക്ഷേ താങ്കൾ അവരെ വിട്ട് അവരുടെ മുതുകിൽ കുത്തി. രാഷ്ട്രീയത്തിൽ ഒരു കാര്യം പറയാറുണ്ട്, യു ഹാവ് ടു ഏൺ. ഗുലാം നബി ആസാദ് മണ്ണ് തോണ്ടിയിട്ടുണ്ട്, വിതച്ചിട്ടുണ്ട്. വെയിലായിരുന്നാലും മഴയായിരുന്നാലും കുളിരായിരുന്നാലും ജൂണിലെ മഴയത്തും ജനുവരിയിലെ കുളിരിലും വയലിൽ ഇറങ്ങിയിട്ടുണ്ട്. ഗുലാം നബി ആസാദ് 2 ചപ്പാത്തി കഴിച്ചിട്ടുണ്ട്. ഡൽഹിയിലിരുന്നു കൊണ്ട് 10 റൊട്ടി കഴിച്ചിട്ടുണ്ട്. വയലിൽ പോയിട്ട് പോലുമില്ല. ഗുലാം നബി ആസാദിന്റെ ആ കൃഷി കൊണ്ട് മറ്റുള്ളവർക്കാണ് പ്രയോജനമുണ്ടായിട്ടുള്ളത്. അതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. ഇത് രാഹുൽ ഗാന്ധിയും ചെയ്യുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും. എന്തിനു മോദിയുടെ കൂടെ പോകണം? പിന്നെ സോണിയാജി ഈ സംസ്ഥാനത്ത് 7 സ്ഥലങ്ങളിൽ ജയിച്ചു കാണിക്കാമെന്ന് പറഞ്ഞു. ആരെ മന്ത്രിയാക്കും? ഒരിക്കൽ പോലും സംസ്ഥാനം കാണാത്തവർ പോലും ഇന്ന് മന്ത്രിയാണ്. അപ്പോ എന്റെ കയ്യിൽ ഒരു സിമ്പിൾ പോർട്ട്ഫോളിയോ ഉണ്ടാവും. ആരുടെ കയ്യിൽ നിന്നും കൈക്കൂലിയൊന്നും വാങ്ങിയിട്ടില്ല. സോണിയാഗാന്ധിക്ക് താങ്കൾക്കുള്ള റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ എനിക്ക് മജൂദ് സുൽത്താൻപൂരിയുടെ ചില വരികളാണ് ഓർമ്മ വരുന്നത്. ആരുടെ മനസ്സിൽ ഞങ്ങൾ ജീവന്റെ ജീവനായിട്ട് ഒന്നായിട്ട് ഇരുന്നുവോ, ഇപ്പോൾ അവരുടെ മുന്നിൽ തന്നെ കുറ്റവാളിയായിട്ട് നിൽക്കുന്നു. ഇത് നോക്കൂ, എനിക്ക് അവരോട് റെസ്പെക്റ്റ് ഉണ്ട്, എല്ലാ തരത്തിലുള്ള ബഹുമാനവുമുണ്ട്. അവർക്കും ഉണ്ടായിരിക്കാം. അവരും വിഷമിക്കുന്നുണ്ട്, ഞാനും തീർച്ചയായും ഇതിൽ പശ്ചാത്തപിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് കാരണക്കാരായവരൊക്കെ ഇതിൽ രാഹുൽ ഗാന്ധി മാത്രമല്ല കാരണം. വേറെയും ഒരുപാട് പേരുണ്ട്. ആരാണ് മുക്കാൻ വന്നിരിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. അപ്പം ഞങ്ങളെ നോക്കി ഞങ്ങളാണ് തെറ്റ് പറയുന്നത്, അവരാണ് ശരിയെന്ന്. നേരം കളയാനായി കുറെ പേർ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവര് മുക്കുന്നവരാണ്, മുങ്ങിക്കോ. പക്ഷേ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും സോണിയാഗാന്ധി ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞില്ല. സമ്മതിച്ചല്ലോ, മുങ്ങാൻ പോവുകയാണെന്ന് അവര് തന്നെ പറഞ്ഞല്ലോ. എങ്കിലും അവരുടെ മേൽ മാത്രമേ വിശ്വാസമുണ്ടാവുകയുള്ളൂ. ഞങ്ങളുടെ മുന്നിലൊക്കെ അവരെ കുറ്റപ്പെടുത്തി പറയും, ഈ മുക്കുന്നവരെ. അവരെക്കുറിച്ച് അങ്ങനെ പറയും, എങ്കിലും അവരെയാണ് വിശ്വാസം. പിന്നെ ഇങ്ങനെയല്ലാതെ എങ്ങനെ സംഭവിക്കാൻ? നിങ്ങളെ മുക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഞാനും നിങ്ങളുടെ കൂടെ ചേർന്ന് മുങ്ങണോ? പറയൂ. സർ, ഗാർഡനിംഗ് ആണ് നിങ്ങളുടെ ആദ്യത്തെ പ്രണയമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെയാണോ നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക? അതെ, എൻ്റെ ഡൽഹിയിലെ ഗാർഡനിൽ ഏകദേശം 30-35 തരത്തിലുള്ള പൂക്കളുണ്ട്. അതിൻ്റെ ഹെഡ് ഗാർഡനർ ഞാൻ തന്നെയാണ്. കോവിഡ് കാലത്തും ഞാൻ നമ്പർ 1 ആയിരുന്നു. ആരും കോമ്പറ്റീഷനില്ല. കുറെ കാലമായി ഞാൻ മത്സരരംഗത്തേ ഇല്ല. വേറെ ആരെങ്കിലും ജയിച്ചോട്ടെ എന്ന് വിചാരിക്കും. കാരണം ഞാൻ തന്നെയാണ് ജയിക്കാറ് എപ്പോഴും. അതുകൊണ്ട്
താങ്കളുടെ ഹോബീസിന് വേണ്ടിയാണ് താങ്കൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ഗാർഡനിങ്ങിന് വേണ്ടി 8 മണിക്കൂറാണ് ചെലവഴിക്കുന്നത്. അതുപോലെ രാഹുൽ ഗാന്ധി വിദേശത്ത് പോകുന്ന ഒരു ഹോബിയായിട്ട് വെച്ചിരിക്കുന്നു. അതിൽ മറ്റുള്ളവർക്ക് എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? ഇല്ല, അങ്ങനെയല്ല. നോക്കൂ, ഇത് നല്ലൊരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ അവർക്കിഷ്ടം അതൊക്കെ തന്നെ. പലതരം താല്പര്യങ്ങളുണ്ടാകാം. എല്ലാ മനുഷ്യർക്കും ഓരോരോ ഹോബികളുണ്ടാവും, താല്പര്യങ്ങളുണ്ടാവും. എങ്കിൽ അത് ചെയ്യൂ. എന്തിന് ഈ കപ്പലിനെ മുക്കുന്നു? അതാണ് ഞാൻ ചോദിക്കുന്നത്. താല്പര്യമില്ലാത്ത വിഷയം അങ്ങ് വിട്ടുകളഞ്ഞേക്കുക. മോദിയോടൊപ്പം വഴക്കുണ്ടാക്കുന്നതാണ് തന്റെ ഒരു വിഷൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. LOPയിൽ ശരിക്കും വഴക്കുണ്ടാക്കാൻ പോലും താങ്കൾക്ക് പറ്റില്ലെന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന്. അവര് ചെയ്യുന്ന ഈ ശണ്ട കാരണം മോദിജി ഈ BJPക്കാരും ഇദ്ദേഹം തന്നെയാണ് ഉണ്ടാവേണ്ടതെന്നും പറഞ്ഞ് ആര് ഒഴിയുക? താങ്കൾ പറയുന്നത് ശരിയാണ്. ഇതിൽ കൂടുതൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ RSSകാരനാണെന്ന് പറയും. അതിനാൽ ഇതിവിടെ നിർത്താം. ഇപ്പോ പുതിയ ജനറേഷന്റെ ക്യാമ്പയിനിങ് നോക്കിയ ഫേസ്ബുക്ക്, ട്വിറ്റർ ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന ക്യാമ്പയിനിങ് താങ്കൾക്ക് ഇഷ്ടമല്ലെന്ന് കേട്ടു. സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ഫോക്കസ് ചെയ്യാനുള്ള കാരണം എന്താണ്? അതെ, ഇത് ഇന്ന് മാത്രമല്ലല്ലോ. ഇത് ഞാൻ 87-88 കാലത്ത് ഞാൻ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ അപ്പോൾ എനിക്ക് സാം പിത്രോഡയെപ്പറ്റി ഒന്നും എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹം സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അമേരിക്കയിൽ ജോലി ചെയ്യുകയായിരുന്നു. നല്ല ജോലി ചെയ്യുന്ന ആളാണ്. രാജീവ് ഗാന്ധിജി PM ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ പോയി പരിചയപ്പെടുത്തി. ഇത് സാം പിത്രോഡ, അമേരിക്കയിൽ ജോലി ചെയ്യുന്നു, പുതിയൊരു കാര്യം കാണിക്കാമെന്നും പറഞ്ഞ് കമ്പ്യൂട്ടർ കാണിച്ചു. ഞാൻ കമ്പ്യൂട്ടറും കണ്ടിട്ടില്ല. അക്കാലത്ത് ഇന്ത്യയിൽ ആരും കണ്ടിട്ടില്ലല്ലോ. എൻ്റെ കളീഗ്സിൽ ഐ വാസ് ദ ഫസ്റ്റ് വൺ ടു സീ ദ കമ്പ്യൂട്ടർ. യുനോ, ഇതാണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു. ഇത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഇതിലെല്ലാ കോൺഗ്രസ്സുകാരുടെയും പേരുണ്ട്, എല്ലാവരെയും വിളിക്കുക എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. പഞ്ചാബിലെ ഗ്രാമങ്ങളിൽ പോകുന്നു, മറ്റേ ഗ്രാമങ്ങളിൽ പോകുന്നു. ആരും ഇനി ഗ്രാമങ്ങളിൽ നിന്നും പോകണ്ട. ഇവിടെ ഇരുന്നു കൊണ്ട് ഈ കമ്പ്യൂട്ടർ വെച്ച് തന്നെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നന്ദി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ സാം പിത്രോഡയോട് അമേരിക്കയിലേക്ക് തിരിച്ചു പോകൂന്ന് പറഞ്ഞു. ഞങ്ങളുടെ PM-നെ നശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു. നല്ലൊരു പ്രൈം മിനിസ്റ്ററാണ്, ഇതൊക്കെ കാട്ടി നശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു. ഇത് ഇന്ത്യ, ഇത് അമേരിക്കയല്ല. കമ്പ്യൂട്ടർ നോക്കി ഇലക്ഷനിൽ ജയിക്കാനൊക്കെ. ഇത് ഇന്ത്യ. ഇവിടെ ഗ്രാമങ്ങളിൽ പോകണം, ഓരോ വീടുകളായിട്ടും പോകണം, ഓരോ വീട്ടിലും ഇരിക്കണം, ചായ കുടിക്കണം. ഇപ്പൊ കാലമൊക്കെ മാറി സർ. താങ്കളുടെ കാലമല്ല ഇപ്പൊ. അല്ലല്ല, അതേ കാലം തന്നെയാണ്. മോദിജി പഴയ കാലത്തിന്റെ ആള്, അതുകൊണ്ട് ഭരിക്കുന്നു. പുതിയ ലോകത്തിന്റെ ആള് 40 സീറ്റുമായിട്ടിരിക്കുന്നു. വെറും ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കണം. അമേരിക്കൻ സിറ്റിസനാണോ ഇന്ത്യൻ സിറ്റിസനാണോ എന്ന്. ഇന്ത്യൻ സിറ്റിസനാണെങ്കിൽ ആ വഴിയിൽ മാത്രമേ പോകാവൂ എന്ന്. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. രാഹുൽജിയെയും പ്രിയങ്കാജിയെയും നിങ്ങൾ ചെറിയ പ്രായം മുതലേ കാണുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടുപേരിൽ ആരാണ് നാച്ചുറൽ ലീഡർ എന്ന് പറയാമോ? ഞാൻ അവരെ രണ്ടുപേരെയും എൻ്റെ മക്കളെപ്പോലെ തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് പ്രിയങ്കയെ ഞാൻ എൻ്റെ മകളെപ്പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് മോളേന്നേ വിളിക്കൂ. അതുകൊണ്ട് തന്നെ അവർക്കെതിരായിട്ട് ഞാൻ ഒരിക്കലും ഒരു ശബ്ദവും പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഞാൻ രാഹുൽ ഗാന്ധിക്ക് എതിരൊന്നുമല്ല. രാജീവ് ഗാന്ധിജിയുടെ മകൻ, അദ്ദേഹവും നല്ലപോലെ വളരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒരു കാര്യമേ പറയാനുള്ളൂ. ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത് അതിനെ എന്തിനാണ് പിടിച്ചോണ്ടിരിക്കുന്നത്? രാഷ്ട്രീയത്തിൽ ഇന്ദിരാഗാന്ധി 24/7, രാജീവ് ഗാന്ധി 24/7, നെഹ്റു 24/7. പക്ഷേ ഇദ്ദേഹം 24 മിനിറ്റ് പോലും ഇരിക്കുന്നില്ലല്ലോ. നേരെ മറിച്ച് മോദിജി 26/7 ആണ്. 2 മണിക്കൂർ കടമാങ്ങുകയാണ്. അദ്ദേഹത്തെപ്പോലൊരു സൂപ്പർസോണിക് വാഹനത്തിലല്ലേ എനിക്ക് താല്പര്യം. ഞാൻ BJP ഐഡിയോളജിക്കാരനല്ല, പക്ഷെ അദ്ദേഹം F-16 കാരനാണ്. താങ്കളൊരു ഓട്ടോറിക്ഷ പോലുമല്ല. നിങ്ങളെക്കൊണ്ടാവാത്തത് അങ്ങ് വിട്ടേക്ക്, ചെയ്യുന്നവരെ കൊണ്ട് ചെയ്യാൻ അനുവദിക്കേ. പക്ഷെ നിങ്ങൾക്ക് തന്നെ ഓട്ടണം, അതിനുള്ള ധൈര്യവുമില്ല. അത്യാർത്തി വളരെ മോശമായ കാര്യമാണ്. രാഹുൽജിയോട് എനിക്കുള്ള ദേഷ്യവും ഇതുതന്നെയാണ്.
ദൈവം അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ, ക്ഷമയും കൊടുക്കട്ടെ. പക്ഷെ നിങ്ങളെ കൊണ്ട് ഇതൊന്നും ആകില്ല. ഞാൻ എത്രയോ കാലം മിനിസ്റ്ററായി ഇരുന്നിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ടേ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഫൈനാൻസ്, അക്കൗണ്ട്സ് എല്ലാം എന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ലെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. മറ്റ് സോഷ്യൽ, വിദ്യാഭ്യാസം, ഹെൽത്ത് അതൊക്കെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാധിക്കുന്നത് എന്താണെന്ന് നമുക്കറിയണം താങ്കൾ ആദ്യം. അദ്ദേഹത്തോട് ഇത് താങ്കൾക്ക് പറ്റില്ലെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളെക്കൊണ്ട് അത് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അവർ പ്രോമോദിയാവും. ഈയൊരു കാര്യം മാത്രമേ അദ്ദേഹത്തിന് അറിയുകയുള്ളൂ. ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഓക്കെ, നീ പ്രോമോദി, ശരിയല്ലേ? മീഡിയ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നീ പ്രോമോഡി. മീഡിയയുടെ ജോലി തന്നെ അതല്ലേ. ഞാനും ഒരുപാട് മീഡിയക്കാരെ കാണാറുണ്ട്. അവർ ചോദ്യം ചെയ്തതുകൊണ്ട് മോഡിയാണ് നിങ്ങളെ അയച്ചതെന്ന് പറയുന്നു. ഇവിടെ താങ്കൾ എത്ര ചോദ്യം ചോദിക്കുന്നു? മീഡിയയുടെ ജോലി തന്നെ ചോദ്യം ചോദിക്കലാണല്ലോ. നമ്മളോടെന്താ സ്നേഹം കാണിക്കാനാണോ വന്നിരിക്കുന്നത്? മീഡിയക്കാരുടെ ഈ റേറ്റിംഗ് ഒക്കെ കൂടാൻ തന്നെ കാരണം ഞങ്ങളെ ആക്കുന്നതിലൂടെയാണല്ലോ, ചോദ്യം ചോദിക്കുന്നതിലൂടെയാണല്ലോ. ലീഡറുടെ ജോലിയും മറുപടി പറയുക എന്നുള്ളതാണ്. എല്ലാം എഴുതിക്കൊണ്ടിരുന്ന് പറയാൻ പറ്റുമോ? ഞാനിപ്പോ ഈ ചോദ്യം ചോദിക്കും, ഞാൻ ഈ മറുപടി പറയും, അതൊന്നും ഒരിക്കലും സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എപ്പോഴും അത് പറ്റില്ലല്ലോ. ചില സമയത്ത് നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് തന്നെ പറയണം. അപ്പോ ആരും ഇൻകൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യവും ചോദിക്കാൻ പാടില്ല. അങ്ങനെ വല്ലവരും ചോദിച്ചാൽ ഉടനെ നിങ്ങൾ മോഡിയുടെ ആള് എന്നങ്ങൾ പറഞ്ഞു കളയും. മോദി എന്താ വല്ല ദൈവമോ മറ്റോ ആണോ? മോദിജി അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നു, നിങ്ങളെ എന്തിനു നോണ്ടണം? പക്ഷേ നിങ്ങൾ അല്ലല്ല, മോദിയും വെറുതെ ഇരിക്കുന്ന ആളൊന്നുമല്ല. വിഷയം എന്താണെന്നറിയോ? 24 മണിക്കൂർ ഒരേ കാര്യത്തെ തന്നെ നോണ്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ നമ്മൾ ഗുലാം നബി ആസാദിനോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരുന്നതായിരിക്കും. പക്ഷേ അതെന്താന്ന് എന്തുകൊണ്ടാണ് വെച്ചാൽ പ്രിയങ്ക ഗാന്ധിയെ ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരാൻ ഇത്രയും താമസിച്ചത്? ഫാമിലിയുടെ ചില തീരുമാനങ്ങളായിരുന്നു മകളെ കൊണ്ടുവരാതെ മകനെ കൊണ്ടുവരണമെന്ന്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ വളരെ പ്രായം ചെന്ന ഒരു രാഷ്ട്രീയ നേതാവിനോടാണ്, ഗുലാം നബി ആസാദിനോട്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ സീനിയർ ലീഡറായ ഗുലാം നബി ആസാദിന്റെ മേൽ ചുമത്തപ്പെട്ട കുറ്റാരോപണം. ഇദ്ദേഹം എപ്പോഴും വിരോധാഭാസമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആസാദ് സാർ, താങ്കളുടെ പുസ്തകം ഞാൻ വായിച്ചിരുന്നു. അതിൽ താങ്കൾ പറയുന്നുണ്ട്, രാഷ്ട്രീയത്തിൽ ശരിക്കും ആരും കഷ്ടപ്പെടുന്നില്ല, രാഹുൽ ഗാന്ധി പോലും കഷ്ടപ്പെടുന്നില്ല, ഗ്രാമങ്ങളിലേക്ക് അദ്ദേഹം പോകുന്നില്ല, അങ്ങനെ ചെയ്താൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ താങ്കളാണ് നെഹ്റു ഗാന്ധി കുടുംബത്തിലിരുന്ന് ആൾക്കാരെ നിർബന്ധിച്ച് രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് നിർത്തിയത്. ഈ പുസ്തകത്തിൽ താങ്കൾ എഴുതിയിരിക്കുന്നു, 1919 മേയിൽ സോണിയാഗാന്ധിക്ക് കോൺഗ്രസ് പ്രസിഡന്റാകാൻ ഒരു താല്പര്യമില്ലെന്ന്. 6 മാസം കഴിഞ്ഞാകാമെന്നുള്ളൊരു തീരുമാനമായിരുന്നു. താങ്കളാണ് നിർബന്ധിച്ച് അവരെ നിർത്തിയത്. ഓരോ സന്ദർഭങ്ങളിലും ആരെങ്കിലുമൊക്കെ നമുക്ക് സഹായത്തിനായി വരും. എന്നുവെച്ച് എല്ലാ സമയത്തും എല്ലാവരും തന്നെ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. ഇതിലെ സത്യം എന്താണെന്ന് വെച്ചാൽ, സോണിയാഗാന്ധി രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ്, അതായത് രാഹുൽ ഗാന്ധി, രാജീവ് ഗാന്ധി വരുന്നതിന് മുമ്പ്, ഇന്ദിരാഗാന്ധിയും ഞങ്ങളും ഒരുപാട് ഡിസ്കസ് ചെയ്യുമായിരുന്നു ആരെ രാഷ്ട്രീയത്തിന് കൊണ്ടുവരണമെന്ന്. അവരുടെ മിസ്സസിനെ കൊണ്ടുവരിക എന്നത് ഒരു കോയിൻസിഡൻസ് മാത്രം. ഞങ്ങളുടെ കാലഘട്ടത്തിലാണ് ഇത് നടന്നത്. സീതാറാം കേസരി ഉണ്ടായിരുന്ന കാലത്ത് 97 ഇത് നടന്നത്. കേസരിജിക്ക് ക്യാമ്പയിനിങ് ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ ക്യാമ്പയിനിങ് ചെയ്യുമെന്ന് പറഞ്ഞു. അവരെ ക്യാമ്പയിനിങ് ചെയ്യാൻ പോലും താങ്കൾ അനുവദിച്ചില്ലെന്ന് കേട്ടു. ഇല്ലില്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആ ഇലക്ഷൻ മുതൽ താങ്കൾ സോണിയാഗാന്ധിയെ പ്രൊജക്ട് ചെയ്തു. ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അവർ. ഞാനായിരുന്നു കൺവീനർ. അവർ ചെയർമാനുമായിട്ടുണ്ട്, പ്രസിഡന്റുമായി ഇരുന്നിട്ടുണ്ട്. മാത്രവുമല്ല, നല്ലൊരു സ്പീക്കർ പോലും ആയിരുന്നില്ല. പുറത്തെങ്ങും പോകാറില്ല, പ്രസംഗിക്കാറുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, എന്നാ പിന്നെ സോണിയാജിയെ കൊണ്ട് ക്യാമ്പയിൻ ചെയ്യിക്കാമെന്ന്. അതിലെന്താണ് തെറ്റ്? അപ്പോൾ അവർ പറഞ്ഞത്, എനിക്ക് ഇക്കാര്യത്തിൽ നിങ്ങളുടെയൊന്നും അത്ര പരിചയമൊന്നുമില്ലെന്ന്, നിങ്ങളും വരുമെന്ന് പറഞ്ഞു. ഞാൻ പോയി 2-3 ദിവസം അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഇനിയും കൂടുതൽ അറിയണമെങ്കിൽ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിക്കോളൂന്ന്. ചില മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ തോറ്റു. വളരെ ദയനീയമായി പരാജയപ്പെടുകയാണുണ്ടായത്. ഞങ്ങൾ വിചാരിച്ചത് ഇതിൻ്റെ ലീഡറാണ് ഇതിൻ്റെ പ്രധാന കാരണമെന്ന്. ഞങ്ങളുടെ പാർട്ടിയിലുള്ള ഒരുപാട് ലീഡേഴ്സ്
ഞാൻ വിചാരിച്ചത് എന്തെന്നാൽ ഇവിടെ അധികാരത്തിന് വേണ്ടി ഒരു വലിയ യുദ്ധം തന്നെ നടക്കുമല്ലോ എന്നാണ്. അപ്പോൾ ആ യുദ്ധം നിർത്താൻ വേണ്ടിയായിക്കൊണ്ട് സോണിയാഗാന്ധിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അവരെ സമ്മതിക്കാൻ വേണ്ടി 2-3 പേര് പോയി. പക്ഷെ അവർ സമ്മതിച്ചില്ല. എന്തുകൊണ്ട് സമ്മതമില്ലെന്ന് ചോദിച്ചപ്പോൾ 6 മാസം സമയം ചോദിക്കുകയാണ് ഉണ്ടായത്. ഞാൻ ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി മാഡത്തിനോട് ചോദിച്ചു, രാഷ്ട്രീയത്തിൽ വരാൻ ആഗ്രഹമുണ്ടോ? 6 മാസത്തെ സമയമാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. അതിനു മാത്രം മറുപടി പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നാണോ വരേണ്ടെന്നാണോ തീരുമാനിക്കുന്നത്? അവരപ്പോൾ പറഞ്ഞത്, സോണിയാഗാന്ധി പറഞ്ഞത് രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നാണ്. പക്ഷെ 6 മാസത്തിന് ശേഷം. അപ്പോൾ ഞാൻ പറഞ്ഞു, സോറി, രാഷ്ട്രീയത്തിൽ നൗ ഓർ നെവർ. ഞങ്ങൾക്ക് ഇന്നാണ് പ്രസിഡന്റിനെ ആവശ്യം. ഇപ്പോൾ ആ സ്ഥലം കാലിയായി കിടക്കുന്നു. ആ സ്ഥലം നിങ്ങളാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ യുദ്ധം നടക്കുകയാണ്. ഇന്ന് നമുക്ക് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണം. പ്രസിഡന്റില്ലാതെ 6 മാസം ഇരിക്കാൻ പറ്റില്ലല്ലോ. ഒന്നുകിൽ ഇന്ന് നിങ്ങൾ പ്രസിഡന്റ് ആകണം, അല്ലെങ്കിൽ ഒരിക്കലും ആവാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ മിസ്സസ് ഗാന്ധി, ഞാൻ തയ്യാറാണ്, ഇപ്പം തന്നെ അയക്കാമെന്ന് പറഞ്ഞു. അതാണുണ്ടായത്. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് നടന്നു. അതിലെനിക്ക് പക്ഷേ വിഷമമൊന്നുമില്ല. സോണിയാഗാന്ധിയെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി താങ്കൾ സീതാറാം കേസരിയെ മുറിക്കൂടി പൂട്ടിവെച്ചെന്ന് കേട്ടു. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, അതൊക്കെ വെറും നുണക്കഥകളാണ്. അട്ടർ നോൺസൺ. തീർത്തും അസംബന്ധം. അവർ വീട്ടിലേക്ക് പോയി. അവരുടെ വീട്ടിലേക്ക് പോയി. കൂടെ 2 വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സും പോയി. താങ്കളുടെ പുസ്തകത്തിൽ താങ്കൾ ബെല്ലാരിയെ പറ്റി എഴുതിയിട്ടുണ്ട്. ഇലക്ഷനിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി സോണിയാഗാന്ധിയെ കൂട്ടിക്കൊണ്ടുപോയെന്ന്. അതെ, അത് ശരിയാണ്. ഞാനതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ. ഇപ്പോഴും ഞാൻ പറയുന്നുണ്ടല്ലോ. അത് അവരോട് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, അവർ റായ്ബരിയിൽ ഇലക്ഷൻ കോണ്ടസ്റ്റ് ചെയ്യുകയായിരുന്നല്ലോ. അപ്പോൾ സോണിയാഗാന്ധിയോട് ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, റായ്ബരേലി നിങ്ങളുടെ ഫാമിലി സീറ്റാണെന്ന്. അവിടെ നിന്ന് തോൽക്കുക എന്ന് പറഞ്ഞ മോശമല്ലേ? പകരം കർണാടകത്തിൽ നിന്ന് ജയിക്കുന്നതല്ലേ നല്ലത്. സൗത്തിലും കോൺഗ്രസ് ഉണ്ടാവും. ഞാൻ ഇതുവരെ ചെയ്തതൊക്കെ നല്ല കാര്യത്തിന് വേണ്ടി തന്നെയാണ്. ജയിച്ചതിന് ശേഷം കോൺഗ്രസിന്റെ നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഇതാ നോക്കൂ, ഇന്ദിരാഗാന്ധിയും ഈ തെറ്റ് ചെയ്തു, നിങ്ങളും ആ തെറ്റ് ചെയ്യരുത് എന്ന്. സൗത്ത് സൈഡിൽ നിങ്ങൾ റിസൈൻ ചെയ്തിട്ട് ഇവിടുത്തെ നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയെ നിലനിർത്തുന്നത് വേണ്ടാന്ന്. പകരം കർണാടകത്തിനെ മാത്രം കയ്യിൽ വെക്കൂ. റാബറേലിയിൽ പ്രിയങ്ക നിൽക്കട്ടെ. കാരണം അപ്പോൾ പ്രിയങ്ക ഇലക്ഷൻ ഇൻചാർജ് ആയിരുന്നു. അവർക്കതിനെക്കുറിച്ച് അറിയാം. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞാണ് അറിയുന്നത് സീറ്റ് അവർക്കല്ല വേറെ ആർക്കോ കൊടുത്തു എന്ന്. ബെല്ലാരിയിൽ അവര് റിസൈൻ ചെയ്തു. അതെ, ബെല്ലാരിയിൽ നിന്ന്. ഒരു ഭാഗത്ത് കേരളമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയെ ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരാൻ ഇത്രയും താമസിച്ചത്? അത് ഫാമിലിക്കുള്ളിലുള്ളൊരു പ്രശ്നമായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുമില്ല. അത് അവരുടെ ഫാമിലിക്കുള്ളിൽ മകളെ കൊണ്ടുവരരുത്, പകരം മകനെ മാത്രം കൊണ്ടുവന്നാൽ മതി. പക്ഷേ പ്രിയങ്ക ഗാന്ധി വന്നാലും പിന്നിൽ നടക്കുന്ന ജോലി അതെ, മാത്രമാണ്. അത് തന്നെ. ഒരാളെ കൊണ്ട് സാധിക്കില്ല, എന്നാ പിന്നെ 2 പേരും കൂടി ആവാന്ന് വെച്ചു. പക്ഷെ പ്രിയങ്ക രാഷ്ട്രീയത്തിൽ വരണമെന്ന് താങ്കളും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നില്ല. അതെ, തീർച്ചയായും. പക്ഷെ രാഹുൽ വരാൻ പാടില്ല. കാരണം എനിക്ക് MP ആവുന്നതിന് മുമ്പ് ഒരു കാര്യവും അറിയില്ലായിരുന്നു. ഞാൻ പ്രിയങ്കയെക്കുറിച്ച് അറിയുന്നത് തന്നെ രാജീവ് ജിയും ഞാനും. രാജീവ് ജി പ്രൈം മിനിസ്റ്ററായപ്പോൾ ഞാൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഡിന്നർ പോലും കഴിക്കാതെ പലപ്പോഴും പുലർച്ചെ 2 മണി വരെ ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ പോയി അവിടെ ബാക്കി വന്ന ആഹാരങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഇവിടെ മേശയിൽ നിരത്തും. അപ്പോൾ ഞാൻ പറയും, എല്ലാവരും ഉറങ്ങിക്കാണും. ഇല്ല, മകൾ ഉറങ്ങിക്കാണില്ല എന്ന് പറഞ്ഞു. ആ ദിവസം തൊട്ടേ ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. 2 മണിവരെ ഇരുന്ന് ആഹാരം വിളമ്പിയിട്ടുണ്ട്. കൂടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമായിരുന്നു. ഇത്ര ലേറ്റായിട്ടും ഇവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നോക്കി പോകുമായിരുന്നു. അത്തരം ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ അവിടെ കാണുകയുണ്ടായി. ഇപ്പോൾ ഞങ്ങൾ അറിഞ്ഞത് സോണിയാഗാന്ധിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് റാബറിയിൽ സോണിയാഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി നിൽക്കാൻ പോവാണെന്ന്. അതവരുടെ ഫാമിലി ഡിസിഷൻ ആയിരിക്കും. അതിൽ ഞാനെന്ത് പറയാനാ? അവരുടെ വീടിനെക്കുറിച്ച് താങ്കൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. നമുക്ക് പൊളിറ്റിക്സിനെ പറ്റി മാത്രം പറയാം, വീട്ടുകാര്യമൊന്നും പറയണ്ട. ഓക്കെ, വീട്ടുകാര്യങ്ങൾ ഒട്ടും വേണ്ട കേട്ടോ. ആ വീട്ടിലെ മറ്റൊരു വ്യക്തിയാണ് റോബർട്ട് വാഡ്ര. ഞാൻ അവരെക്കുറിച്ച് സംസാരിക്കില്ല. അല്ല, അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ വരാൻ താല്പര്യമുണ്ട്. എല്ലാവരും വരാം, ആരും അതിനെയൊന്നും. ഞാൻ പബ്ലിക് സർവീസ് ഒക്കെ ധാരാളം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വന്നാൽ നന്നായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. രാഷ്ട്രീയത്തിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, ലക്ഷക്കണക്കിന് പേർ. തെരഞ്ഞെടുക്കപ്പെട്ടവരിലെ
പഞ്ചായത്ത് രാജിൽ തന്നെ എത്ര ലക്ഷക്കണക്കിന് ആളുകളുണ്ട്? 10 ലക്ഷം 30 ലക്ഷം പേരൊക്കെയുണ്ട്. അതിൽ 10 ലക്ഷം പേർ സ്ത്രീകളാണ്. ബ്ലോക്ക്, ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവലിലൊക്കെ ഉണ്ട്. അവരും രാഷ്ട്രീയക്കാർ തന്നെയല്ലേ? കുടുംബത്തിലുള്ളവർ വരുമ്പോൾ അവരുടെ കടമ അവർ കൃത്യമായിട്ട് ചെയ്യില്ലേ? അവർ കോൺഗ്രസിനെ സംരക്ഷിക്കുമെന്നുള്ള ഒരു തോന്നൽ താങ്കൾക്കില്ലേ? അതിലിരിക്കുന്നവരെ അവരതൊക്കെ നോക്കട്ടെ. താങ്കളെ സംബന്ധിച്ച് ഈ പാർട്ടിയെ ആർക്കാണ് ലീഡ് ചെയ്യാൻ സാധിക്കുന്നത്, ആർക്കാണ് സംരക്ഷിക്കാൻ സാധിക്കുന്നത്? ഈ പ്രശ്നം തന്നെയാണല്ലോ 6-7 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ ഞങ്ങളാണ് ഇലക്ട് ചെയ്തത്. സോണിയാഗാന്ധി ആഗ്രഹിച്ചിരുന്നത് വൈസ് പ്രസിഡന്റ് ആക്കാനായിരുന്നു. പക്ഷേ എല്ലാവരും കൂടി അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കിയാണുണ്ടായത്. പ്രസിഡന്റ് ആക്കാൻ ഞാനും സപ്പോർട്ടുകയുണ്ടായി, തീർച്ചയായും. പക്ഷേ പാതിയിൽ വെച്ച് തന്നെ റിസൈൻ ചെയ്തു പോയി. ആ റിസിഗ്നേഷൻ എന്തിനു വേണ്ടി ചെയ്തതാണെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. തീർച്ചയായും എനിക്കത് ഇഷ്ടമല്ല. രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി നമ്മുടെ രാജ്യത്തെപ്പറ്റി മോശം കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹത്തെ കൊണ്ട് ഈ രാജ്യത്തെ നന്നായിട്ട് ഭരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഇതാ നോക്കൂ, ഞാനൊരു 31-32 വയസ്സിൽ ജൂനിയർ മിനിസ്റ്റർ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ പറഞ്ഞത്, വല്ലപ്പോഴും ഒന്ന് വിദേശത്തേക്ക് പോകേണ്ടി വന്നാൽ നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് ഒരു കാര്യവും പറഞ്ഞുകൂടാ എന്നുള്ള കാര്യം. നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളെക്കുറിച്ചും ഒന്നും തെറ്റായി പറയരുത്. അതുപോലെ തന്നെ നമ്മുടെ ഭരണകൂടത്തെക്കുറിച്ചും ഒന്നും തെറ്റായിട്ട് ചിത്രീകരിക്കരുത്. കാരണം വെളിരാജ്യങ്ങളിൽ ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് എതിരാളികളുമുണ്ട്. നമ്മളുടെ വായിൽ നിന്നും വീഴുന്നതെടുത്ത് അവർ കോട്ട് ചെയ്ത് സംസാരിക്കും. ഇന്ത്യക്കാരനൊരുത്തം വന്നു, അവൻ ഇന്ത്യയെപ്പറ്റി അവൻ തന്നെ മോശമായി പറയുന്നു, അവരുടെ പാർട്ടി നേതാവിനെക്കുറിച്ച് മോശമായി പറയുന്നു, അവിടെ നടക്കുന്ന കാസ്റ്റിസത്തെക്കുറിച്ച് പറയുന്നു, കമ്മ്യൂണിസത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെയല്ലേ തിരുത്തേണ്ടത്? മറ്റുള്ളവരെയൊന്നും ഇക്കാര്യത്തിൽ ഇടപെടുത്താൻ പാടില്ല. താങ്കൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയാൻ പാടില്ല, രാഷ്ട്രീയത്തിൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും താങ്കളോട് പറഞ്ഞു കാണുമല്ലോ. പക്ഷെ ഇവർക്കാരും പറഞ്ഞു കൊടുത്തില്ലേ? നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന്, ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് ഒരു മൈൻഡ് സെറ്റിലിരിക്കുമ്പോൾ അവരെ ആർക്കെങ്കിലും തിരുത്താൻ പറ്റുമോ? മോദിക്കൊന്നും അറിയില്ല, എനിക്കാണ് എല്ലാ കാര്യങ്ങളും അറിയാവുന്നത്, അതുകൊണ്ട് മോദി എന്നെ കണ്ട് പേടിക്കുന്നെന്ന് അദ്ദേഹം പറയുന്നു. ഇത് ആരാരെയാണ് ഭയക്കുന്നതിന്റെ സംശയമുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഗുലാം നബി ആസാദിനോടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും തുടരുന്നതായിരിക്കും. ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, സുഷമാജി പറഞ്ഞതുപോലെ അവരുടെ തലമുടി മൊട്ടയടിച്ച് ലോകമൊക്കെ ചുറ്റുമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് അതായിരിക്കും അവരുടെ ഭയത്തിന് കാരണമെന്ന. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ അതിഥി ഗുലാം നബി ആസാദാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ സീനിയർ ലീഡർ ഗുലാം നബി ആസാദിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ജനങ്ങളെ തെറ്റായ മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. താങ്കളുടെ ജീവചരിത്രത്തിൽ താങ്കൾ എഴുതിയിരിക്കുന്നത്, ഒരുപക്ഷെ താങ്കൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകാനുള്ള സാധ്യത പോലും ഉണ്ടായിരുന്നു. താങ്കൾ ഒരു സീനിയർ ആയിരുന്നു, അനുഭവമുള്ള വ്യക്തിയാണ്. പക്ഷെ താങ്കൾക്കാകാൻ സാധിച്ചില്ല. കാരണം താങ്കൾ മുസ്ലിം മൈനോറിറ്റി ആയതുകൊണ്ടാണെന്ന്. അതെ, ചില സമയത്ത് ഞാൻ അങ്ങനെയൊക്കെയും എഴുതിയിട്ടുണ്ട്. അക്കാലത്ത് ഏതാണ്ട് 60-65 വർഷങ്ങൾക്ക് 47 മുമ്പ് കോൺഗ്രസ് ഉണ്ടായിരുന്നല്ലോ. ഈ 60-65 വർഷത്തിനുള്ളിൽ രാഷ്ട്രീയ കോൺഗ്രസിൽ 12-13 മൈനോറിറ്റി പ്രസിഡന്റേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ 75 വർഷത്തിനുള്ളിൽ ആരും തന്നെ ഉണ്ടായിട്ടില്ല. ഇതാരെങ്കിലും വേണമെന്ന് ചെയ്തതാണോ? എന്തുകൊണ്ടപ്പോൾ പ്രസിഡന്റ് ആക്കിയില്ല? അതല്ലേ ഞാൻ പറഞ്ഞത്. വെറും മതേതരത്വം പറഞ്ഞാൽ കാര്യമില്ലല്ലോ, അതനുസരിച്ച് കാര്യങ്ങൾ നടക്കണ്ടേ. താങ്കൾ മുസ്ലിം മൈനോറിറ്റി ആയതുകൊണ്ട് തന്നെ താങ്കൾക്ക് പ്രസിഡന്റ് ആകാൻ സാധിച്ചില്ല. സോണിയാഗാന്ധിയും പ്രധാനമന്ത്രിയാകേണ്ട വ്യക്തിയായിരുന്നു, പക്ഷെ ആകാൻ സാധിച്ചില്ല. അവര് മൈനോറിറ്റി ആയതുകൊണ്ടാണോ അതോ ഫോറിനർ ആയതുകൊണ്ടാണോ? ഇല്ലില്ല, അവര് സ്വയം മൈനോറിറ്റി ആണെന്ന് കരുതിയിട്ടുണ്ടാവില്ല. അങ്ങനെ ആരും വിചാരിക്കുന്നുമുണ്ടാവില്ല. കാരണം മെജോറിറ്റിയുടെ കൂടെയാണല്ലോ കല്യാണം കഴിച്ചിരിക്കുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം മൈനോറിറ്റി മെജോറിറ്റി പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. അങ്ങനെ ആരും കണക്കാക്കിയിട്ടുമില്ല. മെജോറിറ്റി ആയിട്ട് തന്നെയാണ് കണക്കാക്കിയിട്ടുള്ളത്. അവർ മെജോറിറ്റിയുടെ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്, ഹിന്ദുമതപ്രകാരവുമാണ് ജീവിക്കുന്നതും. പക്ഷേ അവരുടെ ഫാമിലിയിൽ എന്തോ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ആ വിവാദത്തെക്കുറിച്ച് ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സുഷമാജി അവരുടെ തലമുടി മൊട്ടയടിച്ചിട്ട് ദേശദേശാന്തരം എല്ലാ സ്ഥലത്തും കറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് അതായിരിക്കാം അവരുടെ ഭയത്തിൻ്റെ കാരണമെന്നാ.
വെറുതെ വിവാദമുണ്ടാക്കേണ്ട, പുതുതായിട്ടിപ്പോൾ ഭരണം കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇതാണ് നല്ലതെന്ന് തോന്നിക്കാണും. പക്ഷേ ഇതിനെക്കുറിച്ച് താങ്കൾ ഒരിക്കലും സംസാരിച്ചിട്ടില്ലേ? അതുതന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫാമിലി കാര്യങ്ങളിലൊന്നും തന്നെ ഞാൻ ഒരിക്കലും ഇടപെടില്ല എന്ന് ആദ്യമേ തന്നെ നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ശരിയുമല്ല. തെറ്റായ മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്നെന്ന് താങ്കളെപ്പറ്റി എന്താ പറയുന്നതെന്ന് വെച്ചാ LDFനെ, സമാജ്വാദി പാർട്ടിയെ, BSPയെ ഇവരെ എല്ലാവരും താങ്കൾ കണ്ടിരുന്നു. അതെ. അവരോടൊക്കെ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നെന്ന് പറഞ്ഞു. ഇല്ല, ആ സമയത്തൊക്കെ ഞങ്ങൾ 3-4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ മിസ്സസ് ഗാന്ധി ഉണ്ടായിരുന്നു, അഹമ്മദ് ഭായി ഉണ്ടായിരുന്നു, മാത്രവുമല്ല പ്രണബ് ദായും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഉണ്ടായിരുന്നുവല്ലോ. അപ്പോൾ ആ തീരുമാനത്തിന് ശേഷം ഞാൻ മീറ്റിംഗിൽ നിന്നും പോവുകയാണുണ്ടായത്. പിന്നീടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് ഞാൻ പോയില്ല. ഞാൻ എൻ്റെ എതിർപ്പ് കാണിച്ചു കൊടുത്തു. അവർക്ക് അവരുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. അത്രയേ ഉള്ളൂ. ഡോക്ടർ മൻമോഹൻ സിംഗിനെ എന്തിനാണ് തെരഞ്ഞെടുത്തത്? വളരെ ബുദ്ധിശാലിയായിട്ടുള്ള ആൾ, പഠിച്ചവർ, നല്ലൊരു ഫൈനാൻസ് മിനിസ്റ്റർ. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. മൻമോഹൻ സിംഗ് ജി 5 വർഷം ഫൈനാൻസ് മിനിസ്റ്ററായിട്ടുണ്ട്, ഞാൻ ടൂറിസം മിനിസ്റ്ററായിട്ടുണ്ട്. ഞങ്ങൾക്കുള്ളിൽ നല്ല സൗഹാർദ്ദമുണ്ടായിരുന്നു. വളരെ സത്യസന്ധനായിരുന്നു. തീർച്ചയായും അങ്ങനെ തന്നെയായിരുന്നു. പ്രണബ് മുഖർജി പ്രധാനമന്ത്രിയായിരുന്നേൽ ഒന്നുകൂടി നല്ല ഭരണമായിരുന്നേനെന്ന് താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അദ്ദേഹവും നല്ല ആൾ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരു കമ്പാരിസൺ ഉണ്ടാകരുത് എന്ന് കരുതിയത്. അതുമാത്രമല്ല, കമ്പാറ്റിബിലിറ്റിയും അവർ തമ്മിലുണ്ടാകണമല്ലോ. ആര് വന്നാൽ നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കാൻ പറ്റും എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മൻമോഹൻ സിംഗ് ജി ആസ് എ ഫൈനാൻസ് മിനിസ്റ്റർ രാജ്യത്ത് ഒരുപാട് പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്നപ്പോഴും ഫൈനാൻസ് മിനിസ്റ്ററുടെ മുകളിലായിരുന്നു എല്ലാവർക്കും ഒരു വിശ്വാസം. കാരണം അദ്ദേഹം എക്കണോമിസ്റ്റായിരുന്നു. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു എക്കണോമിസ്റ്റ്. കാരണം മൻമോഹൻ സിംഗ് ഒരു മൈനോറിറ്റി സമുദായത്തിൽ നിന്ന് വന്നതുകൊണ്ടാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായതെന്നൊരു ന്യൂസ് അപ്പോൾ ഉണ്ടായിരുന്നു. മൈനോറിറ്റീസ് 6 എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ മൈനോറിറ്റി ആരാണെന്ന് അറിയാമല്ലോ. AK ആന്റണി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വി നീഡ് ഹിന്ദുസ് എന്ന്, നമുക്ക് ഹിന്ദുക്കൾ വേണമെന്ന്. അദ്ദേഹം ഒരു നട്ടലില്ലാത്ത മനുഷ്യനാണ്. കോൺഗ്രസിന്റെ വക്താവ് സുർജിവാല എന്താ പറഞ്ഞെന്ന് വെച്ചാ രാഹുൽ ഗാന്ധി വെറും ഹിന്ദു മാത്രമല്ല, അദ്ദേഹമാണ് യഥാർത്ഥ ഹിന്ദു. അങ്ങനെ ഉണ്ടായിട്ടും ഞാനാണ് പ്രോ-മോദി, അവരല്ല, അല്ലേ? പക്ഷെ ഇപ്പോഴൊക്കെ ഇലക്ഷനിൽ ഹിന്ദുക്കളാണ് കൂടുതലും വേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ചോദ്യം ചോദിക്കേണ്ടവർക്ക് ചോദിക്കാം. ഇപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ കണ്ടാൽ 2024 ഇലക്ഷനിൽ BJPക്ക് ഒരു വെല്ലുവിളി ഉയർത്താൻ സാധിക്കുമോ? അങ്ങനെ പറയാൻ പറ്റും, പക്ഷെ ഞാൻ പറയില്ല. കോൺഗ്രസിൽ ചെറിയ ചെറിയ ആളുകൾക്ക് വന്നു തുടങ്ങി. പക്ഷേ സത്യത്തെ അവർ അംഗീകരിക്കാൻ തയ്യാറല്ല. അവർ താങ്കളെ മീർ ജാഫർ എന്ന് വിളിക്കുന്നു. ഇവർ തന്നെയാണ് മീർ ജാഫർ. മനസ്സിലാവുന്നുണ്ടോ? കോൺഗ്രസിനുള്ളിൽ ഇരുന്നു കൊണ്ടു തന്നെ കോൺഗ്രസിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ വെളിയിലിരുന്നിട്ടും വെളിയിൽ വന്നതിന് ശേഷവും വെളിയിൽ ഓപ്പോസിഷനിൽ ഇരിക്കുമ്പോൾ പോലും കോൺഗ്രസ് വീണ്ടും വരണമെന്നേ പറയൂ. തീർച്ചയായും ജനാധിപത്യം കോൺഗ്രസ്സുകാർക്കൊന്നും ഒരിക്കലും ഇത് സ്വീകരിക്കാനേ കഴിയില്ല. ഞാൻ ജനാധിപത്യത്തിന്റെ നല്ലതിനു വേണ്ടി നല്ലൊരു നാഷണൽ പാർട്ടി ഉണ്ടായിരിക്കണം. 2 നാഷണൽ പാർട്ടി തീർച്ചയായും ഉണ്ടായിരിക്കണം. എന്താ പറയുന്നത് വെച്ചാൽ ഡെമോക്രസി എന്നൊരു കാര്യമേ ഇല്ലെന്ന്, ഡെമോക്രസി തീർന്നിരിക്കുന്നു, മോദി എല്ലാവരെയും കഴുത്ത് ഞെരിക്കുകയാണെന്ന്. ശരിക്കും നോക്കുകയാണെങ്കിൽ ഇവരവരെ ഹെൽപ്പ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്? മോദിജി ഇവർ ഹെൽപ്പല്ലേ ചെയ്യുന്നത്? മോദിജി 24 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ അതിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇവർ 48 മണിക്കൂർ ജോലി ചെയ്യാൻ തയ്യാറായിരിക്കുകയാണിപ്പോ. ഇനിയും ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിട്ടില്ല. 2024 എന്ത് സംഭവിക്കുമെന്നാണ് താങ്കൾ തോന്നുന്നത്? അതൊന്നും പറയാൻ ഞാൻ ഒരിക്കലും ഒരാളല്ല. ഒരുപക്ഷെ ഞാൻ പറയുകയാണ് BJP ജയിക്കും, അപ്പോൾ ഞാൻ BJPക്കാരനായി. കോൺഗ്രസ് വളരും എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ വീണ്ടും കോൺഗ്രസ്സുകാരനായി എന്ന് പറയും. പക്ഷെ താങ്കൾക്ക് ജനങ്ങളോട് പറയാമല്ലോ, എന്താ കാര്യം എന്നുള്ളത് വ്യക്തമാക്കി പറയാമല്ലോ. അതൊക്കെ നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. എന്താ ഞാൻ പറയുന്നത് ശരിയല്ലേ? ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ ജഡ്ജിയായ ഫോർമൽ യൂണിയൻ മിനിസ്റ്റർ ദിനേശ് ത്രിവേദിയുടെ ജഡ്ജ്മെന്റ് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് വളരെ അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവിനോടാണ്. എല്ലാരെക്കാളും സീനിയറായ ഗുലാം നബി ആസാദിനോട്. നമ്മൾ അദ്ദേഹത്തോട് കോൺഗ്രസ് പാർട്ടിയെപ്പറ്റി ചോദിച്ചു, നരേന്ദ്രമോദിയെക്കുറിച്ച് ചോദിച്ചു, രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ചോദിച്ചു, സോണിയാഗാന്ധിയെക്കുറിച്ചും ചോദിച്ചു.
അദ്ദേഹത്തിന്റെ 50 വർഷ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചും ചോദിച്ചു. എല്ലാ ഉയർച്ച താഴ്ചകളെക്കുറിച്ചും നമ്മൾ ചോദിച്ചു. ഇന്ന് ആപ്കെ അദാലത്തിൽ നമ്മുടെ ജഡ്ജിയായ ഫോർമൽ യൂണിയൻ മിനിസ്റ്റർ ദിനേശ് ത്രിപാഠിയുടെ ജഡ്ജിമെന്റ് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കൂ, ഇത് ആപ്കി അദാലത്താണ്. ആപ്കി അദാലത്ത് എന്ന് വെച്ചാൽ ജനങ്ങളുടെ നീതിപീഠം. മാത്രമല്ല, ഒരു കാര്യം സത്യമാണ്, ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷം മാത്രമേ സ്വർണം നല്ല സ്വർണമായിട്ട് മാറുകയുള്ളൂ. ഗുലാം നബി ആസാദ് അവർകളെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് അറിയാൻ പറ്റി. അത് ഇന്ന് നമ്മുടെ ബഹുമാന്യനായ രജത് സാർ കഠിനമായ ചോദ്യങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാൻ കഴിഞ്ഞു. ഇപ്പോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആദ്യം വിശ്വാസം ഇല്ലാത്തവരാണെന്ന് പറഞ്ഞു. എനിക്കൊരു കാര്യം ഓർമ്മ വരികയാണ്. വിശ്വാസം ഇല്ലാത്ത ഒരാളെന്ന് പറയുന്ന ഒരാൾക്ക് വിശ്വാസത്തിന്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയില്ല. ആ ഒരു ദൃശ്യം ഇന്നും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് ഞാനും രാജ്യസഭയിലെ ഒരു അംഗമായിരുന്നു. ഒരു ഭാഗത്ത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി, എതിർഭാഗത്തുണ്ടായിരുന്നത് പ്രതിപക്ഷ നേതാവായ ശ്രീ ഗുലാം നബി ആസാദ് ആയിരുന്നു. വളരെ വൈകാരികമായ ഒരു കാര്യമായിരുന്നു അത്. ഇന്ന് ഈ ആപ്കി അദാലത്തിൽ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ആ ദൃശ്യം എത്രമാത്രം വൈകാരികമായിരുന്നു എന്നാൽ ഞങ്ങൾ അംഗങ്ങളിൽ പലരും വികാരാധീനരായി. ഞാൻ പ്രത്യേകിച്ച് ആ ഒരു പാർട്ടിയെപ്പറ്റി അല്ല പറയുന്നത്. അന്ന് അതെല്ലാം കണ്ടതിനു ശേഷം ഞങ്ങൾ എല്ലാവരും വല്ലാതെ വികാരാധീനരായി. പക്ഷേ ഞങ്ങൾ രാജ്യത്തിനു വേണ്ടിയാണ് വികാരാധീനരായത്. പണ്ടുകാലത്തൊക്കെ പറയാറില്ലേ, രണ്ട് ഭാഗത്തു നിന്നുള്ള സ്വരങ്ങളും ഒന്നിച്ചു ചേർന്നു അത് ഹിന്ദുസ്ഥാന്റെ സ്വരമായി മാറി. അവസാനമായി നിങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങൾ പൊളിറ്റീഷ്യൻ ആയില്ലായിരുന്നെങ്കിൽ ഗാർഡനർ ആയിരുന്നേനെ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ഒരു ഗാർഡനർ ആയിരിക്കുകയാണ്. കാരണം നമ്മുടെ ഇന്ത്യ ഇന്നൊരു വലിയ പൂന്തോട്ടം തന്നെയാണ്. ഈ തോട്ടത്തെ നിങ്ങൾ നന്നായിട്ട് തന്നെ പരിപാലിക്കണം. ആപ്കി അദാലത്തിന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഈ തോട്ടം എന്നും പൂക്കളാൽ നിറഞ്ഞിരിക്കണം. അതിന് എന്റെ ആശംസകൾ ഞാൻ ഒരു തവണ കൂടി അറിയിക്കുന്നു. ഗുലാം നബി ആസാദ് ഇതുപോലെ തന്നെ ജനങ്ങൾക്ക് സേവനം ചെയ്യണമെന്നും ആരോഗ്യത്തോടുകൂടി ഇരിക്കണമെന്നും ഇനിയും നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്നത്തെ വിചാരണ ഇതോടെ അവസാനിക്കുകയാണ്. പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.